സുഹൃത്ത് അബ്ബാസ് സാറ്, അതുപോലെ എൻ്റെ വിദ്യാർത്ഥിയും സുഹൃത്തുമായ റുബിൻ ഷാ. ആദ്യമായിട്ട് ഒന്ന് രണ്ട് കാര്യം ആമുഖമായിട്ട് പറഞ്ഞ് കൂടുതൽ നീട്ടുന്നില്ല, നമുക്ക് വിഷയത്തിലേക്ക് കടക്കണം. ഒന്ന്, KAMA എല്ലാവരെയും ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഇങ്ങനൊരു ക്രാഷ് കോഴ്സ് കൊണ്ടുവന്ന് മറ്റുള്ള പഠിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അതിനെ സജ്ജീകരിച്ച് ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം മറ്റൊരു ലക്ഷ്യവും വെച്ചുകൊണ്ടല്ലല്ലോ. വതആവനു അലൽ ബിർരി വത്തഖ്വ, അല്ലെങ്കിൽ വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖിഹി. മറ്റുള്ളവർക്ക് നമ്മൾ സഹായം ചെയ്യും തോറും അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കും എന്നുള്ള പ്രവാചക ഖുർആനിക അധ്യാപനങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെയുള്ള കോഴ്സുകളും കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പൊ അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും അള്ളാഹു താല അതിനു വേണ്ട എല്ലാവിധ സഹായവും നൽകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. മറ്റൊന്ന്, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു അബ്ബാസ് സാറൊക്കെ, പക്ഷെ ഇങ്ങനെ വെച്ച് നോക്കിയാൽ എനിക്കൊന്നും ഒന്നും അറിയില്ല കേട്ടോ. അബ്ബാസ് സാർ വലിയ വലിയ പണ്ഡിതനാണ്, ഒരുപാട് അറിവുള്ള ആളാണ്. അപ്പോ എന്റെ അറിവ് വളരെ ചുരുങ്ങിയതാണ്. ആ പറഞ്ഞതിന് മാത്രമൊന്നും നിങ്ങൾ കൂട്ടി വെക്കണ്ട എന്ന് ആമുഖമായിട്ട് പറയാണ്. പിന്നെ അള്ളാഹു എനിക്ക് തന്നൊരു കഴിവെന്തെന്ന് പറഞ്ഞാൽ ഉള്ള അറിവ് പകർന്നു കൊടുക്കാനുള്ള ഫഹ്മ് തഫീമ് രണ്ട് കാര്യങ്ങളുണ്ട്. ഫഹ്മിന് നല്ല കഴിവ് വേണം, തഫീമിന് പഠിപ്പിച്ച് കൊടുക്കാനുള്ള ഒരു കഴിവുണ്ട് വെച്ചാൽ മതി. അപ്പോൾ കുറച്ചൊരു പഠിപ്പിച്ച് തരാനുള്ള ഒരു അറിവ് മാത്രമേ എൻ്റെ അടുക്കലുള്ളൂ, അല്ലാതെ ഇൽമൊന്നും അധികം ഇല്ല എന്നുള്ളത് കൂടി നിങ്ങളെ ഉണർത്തുകയാണ്. മൂന്നാമത്തെ ഒരു കാര്യം, നെഹ്വ് എന്ന് പറയുന്നത് ആ വിഷയമാണല്ലോ നമുക്കുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട രീതിയാണ്, കൂടുതൽ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഭക്ഷണത്തിൽ ഉപ്പ് എങ്ങനെയാണോ അതുപോലെയാണ് അറബി ഭാഷയെ സംബന്ധിച്ച് ഗ്രാമർ എന്നുള്ളതെന്നാണ് പറയുന്നത്. മാത്രമല്ല വബഅദു ഫൽ ജാഹിലു ബിൻ നഹ്വി തുകിർ ഇദ് കുല്ലു ഇൽമിൻ ഫഇലൈഹി യഫ്തഖിർ എന്നാണ്. നഹ്വ് അറിയാത്ത ഒരാള് എല്ലാ സ്ഥലത്തും നിന്നിനാവും. അയാൾക്ക് അറബി ഭാഷ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നു, അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, പക്ഷെ നഹ്വില് വളരെ വീക്കാണെങ്കിൽ അയാൾക്ക് എവിടെയും സ്ഥാനം കിട്ടൂല. കാരണം ഇത് കുല്ലു ഇൽമിൻ ഫഇലൈഹി യഫ്തഖിർ എന്ന അറബി ഭാഷയിൽ നമ്മൾ പഠിക്കുന്ന, അത് ഖുർആൻ ആവട്ടെ, ഹദീസ് ആവട്ടെ, മറ്റു കാര്യങ്ങളാവട്ടെ, ഏത് പഠിക്കുകയാണെങ്കിലും അതൊക്കെ നെഹ്വ് അത്യാവശ്യമാണ്. നെഹ്വ് ഉള്ളവർക്ക് അതൊക്കെ നേടിയെടുക്കാനും നല്ല രൂപത്തിൽ അതിൽ ഗ്രാഹ്യമാക്കാനും സാധിക്കുകയുള്ളൂ. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതോടൊപ്പം ഇന്ന് കാണുന്ന കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന അല്ലെങ്കിൽ വരുന്ന ചോദ്യങ്ങളൊക്കെ നല്ലൊരു ശതമാനവും നെഹ്വുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നെഹ്വു പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറബി പഠിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഭാഷാ പരിജ്ഞാനം വർദ്ധിപ്പിക്കാനും അതോടൊപ്പം ഇങ്ങനെയുള്ള എക്സാമുകൾക്ക് അത് വളരെ ഇമ്പോർട്ടന്റുമാണ്, നിങ്ങൾക്കറിയാം. എന്നാൽ നെഹ്വിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് അധികം ആളുകൾക്കും നെഹ്വു ഒരു പ്രയാസമായി മാറ്റുന്നത്. നെഹ്വു, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നെഹ്വു കണക്കിനെ പോലെയാണ്. അത് കണക്ക് ചെറുപ്പം മുതലേ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കണക്ക് അത് ഭയങ്കര പ്രയാസമാണ് മനസ്സിൽ ഉദ്ദേശിച്ച ഒരാള്. രണ്ട്, പഠിപ്പിക്കുന്ന അധ്യാപകൻ അത് പഠിപ്പിച്ച് കൊടുക്കാനുള്ള ഒരു പ്രയാസം. ഈ രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ് കണക്ക് വളരെ പ്രയാസമായിട്ട് പലർക്കും തോന്നുന്നത്. ഇതുപോലെ തന്നെയാണ് നെഹ്വിന്റെ ഒക്കെ പ്രശ്നം. ആദ്യം തന്നെ നെഹ്വ് ഭയങ്കര പ്രയാസം. പല ആൾക്കാരും സംസാരിക്കുമ്പോൾ നെഹ്വാണ് അത് ഭയങ്കര ബുദ്ധിമുട്ട്, എത്ര വായിച്ചിട്ടും അല്ലെ എത്ര പഠിച്ചിട്ടും. ആ ചിന്താഗതി മാറ്റി വെക്കണം. കാരണം നെഹ്വ് എന്നുള്ളത് വളരെ എളുപ്പമാണ്, വലിയ പ്രയാസമൊന്നുമില്ല. പ്രധാനപ്പെട്ട ഏരിയകൾ കൈകാര്യം ചെയ്യാന്നുള്ളത് വലിയ പ്രയാസമല്ല. അത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു വിഷയമാണ്. കാരണം നമ്മള് മനസ്സിനനുസരിച്ചാണ് ബാക്കി അവയവങ്ങൾ പ്രവർത്തിക്കുക എന്നാണല്ലോ ഇസ്ലാമിക കൺസെപ്റ്റ്. അങ്ങനെ തന്നെയാണ് അസാലിമാം ഒക്കെ പറഞ്ഞത്, അങ്ങനെയാണ് സൈക്കോളജി പറയുന്നതും അങ്ങനെയാണ്. അപ്പൊ മനസ്സിൽ നമുക്ക് കഴിയില്ല എന്ന് തോന്നുന്ന കാര്യം പിന്നീട് നമുക്ക് കഴിയും എന്ന് വിചാരിക്കുന്ന കാര്യം നമുക്ക് വളരെ എളുപ്പമായി മാറുകയും ചെയ്യും. അസാലിമാവ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ പണ്ഡിതനാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ധാരാളം അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഹൃദയം എന്നത് ഒരു രാജാവാണ്, ബാക്കി അവയവങ്ങളൊക്കെ പ്രജകളാണ്. രാജാവിന്റെ കൽപ്പനക്കനുസരിച്ച് കൊണ്ടാണ് പ്രജകൾ പ്രവർത്തിക്കുക. അപ്പൊ രാജാവ് അത് ഡീമോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രജകളൊക്കെ അത് ബാധിക്കും. എന്നാൽ രാജാവ് അത് മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രജകൾക്കൊക്കെ അതിന്റെ ഉപകാരവും ഉണ്ടാകും, അതനുസരിച്ച് പ്രജകൾ പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ അപ്പൊ ആ ഒരു ചിന്ത നമ്മൾ ആദ്യം മാറ്റി വെക്കണമെന്ന് ആമുഖമായിട്ട് പറയാണ്. ഇനി നമ്മൾ ഇൻഷാ അല്ലാഹ് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാൻ ഇന്ന് എടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട, എന്നാൽ കൂടുതൽ പറയാനില്ലാത്ത പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അദദ് മഅദൂദ് എന്ന് പറയുന്നത്. അപ്പൊ അദദ് മഅദൂദ് എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. കാരണം അത് നിങ്ങൾക്കറിയാം, ഞാൻ ഒരുപാട് ഇങ്ങനത്തെ ക്ലാസ്സുകൾ എടുക്കുന്നത് കൊണ്ട് വരുന്ന ക്വസ്റ്റ്യനുകൾ കംപ്ലീറ്റ് ഞാൻ നോക്കാറുണ്ട്. ഇന്നൊരു പരീക്ഷ കഴിഞ്ഞാൽ നാളെ അതിന്റെ ക്വസ്റ്റ്യനുകൾ ഒന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കും, ഏതൊക്കെ ഏരിയകൾ എവിടെയൊക്കെ വന്നു എന്നുള്ളത്, നെഹ്വിൽ എത്ര വന്നു, ബാക്കി എത്ര വന്നു എന്നൊക്കെ ഉള്ളത്.
അപ്പൊ നെഹ്വ് കണ്ടു കഴിഞ്ഞാൽ അതിൽ ഏതാണ് ചോദിച്ചിട്ടുള്ളത്, ഏത് ഏരിയ ആണെന്ന് ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അതത് മഅദൂദിന്റെ ഒരു ചോദ്യമെങ്കിലും വരാത്ത ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണാറില്ല. ഒരു ചോദ്യമെങ്കിലും, ഒരു മാർക്കിന്, അര മാർക്കിന് പോലും വിലയുണ്ട്. കാരണം ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിന് പോകുന്ന 0.33 എന്ന് പറയുന്ന അത്രയും കുറഞ്ഞ ഒരു പോയിന്റിന് പോലും എത്രയോ റാങ്കുകൾ മാറി മറിയാറുണ്ട്. അപ്പൊ അത്രയ്ക്ക് പോയിന്റുകൾക്ക് പോലും, അല്ലെങ്കിൽ അത്രയ്ക്ക് കുറഞ്ഞ മാർക്കുകൾക്ക് പോലും വലിയ തരത്തിൽ റാങ്ക് വ്യത്യാസപ്പെടുകയും അത് കാരണം ജോലി നഷ്ടപ്പെടുകയും ജോലി കിട്ടുകയും ചെയ്യുന്നതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് അതത് മഅദൂദ് എന്നുള്ളത്. അപ്പൊ ഇൻഷാ അള്ളാ ഞാൻ സാധാരണഗതിയിൽ എനിക്ക് ഇന്ററാക്ഷൻ ആയിട്ട് ക്ലാസ് എടുക്കുന്ന നിങ്ങളോട് വിളിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും സംസാരിച്ചുകൊണ്ടും സംശയങ്ങൾ തീർത്തുകൊണ്ടും അങ്ങനെ പോവാറാണ് എൻ്റെ ശൈലി. പക്ഷെ ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട് ഇന്ന് അതിനൊരു പരിമിതി ഉള്ളത് കൊണ്ട് തൽക്കാലം ക്ലാസ്സുകൾ ഇങ്ങനെ പോകും. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു വെക്കുക, ആവശ്യമുള്ളത് എഴുതി വെക്കുക, ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എഴുതി വെക്കുക. അവസാന സമയം ഇൻഷാ അള്ളാ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരങ്ങൾ തരുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതുമാണ്. അപ്പൊ ഇൻഷാ അള്ളാ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അടുത്ത സമയം ആദ്യമായിട്ട് 1, 2, പിന്നീട് 3 മുതൽ 10 വരെയുള്ളത്, പിന്നീട് അതിനടുത്തത്, അങ്ങനെ പ്രധാനപ്പെട്ട പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും. 1, 2 എന്നുള്ളത് സാധാരണ നമ്മളൊരു കലമുന്ന് പറഞ്ഞ ഒരു പേന എന്നാണ്. എന്നാൽ കലമുൻ വാഹിദുൻ, ഒരു പേനക്ക് ഒന്നും കൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് പറയാൻ വാഹിദ് അല്ലെങ്കിൽ വാഹിദത്ത്, ഇതാണ് 1 ഉപയോഗിക്കാറുള്ളത്. അതുപോലെ ഇസ്നാനി, ഇസ്നത്താനി, ഇതാണ് 2 ഉപയോഗിക്കാറുള്ളത്. വാഹിദ് എന്നുള്ളത് മുദക്കറിന്റെ കൂടെയും വാഹിദത്ത് എന്നത് മുഅന്നസിന്റെ കൂടെയുമാണ് ഉപയോഗിക്കുക. ഇപ്പൊ കലമെന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ വാഹിദുൻ എന്ന് പറയും. എന്നാൽ കുല്ലിയത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ വാഹിദത്തുൻ എന്ന് പറയും. ഈ ഇത് കേട്ടറ്റിന്റെ പരീക്ഷകൾക്ക് ധാരാളം വന്നിട്ടുണ്ട്. PSCക്ക് അങ്ങനെ കാണാറില്ല, എന്നാലും ചിലപ്പോൾ വരാറുമുണ്ട്. രണ്ടാമത്തത് ഇസ്നാനി എന്നുള്ളതാണ്. ഇസ്നാനി എന്ന് ഉപയോഗിക്കുന്നത് മുദക്കറിന്റെ കൂടെയും ഇസ്നത്താനി എന്ന് ഉപയോഗിക്കുന്നത് മുഅന്നസിന്റെ കൂടെയുമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇസ്നാനിക്കും ഇസ്നത്താനിക്കും തസ്നിയയുടെ ഇറാബാണ് എന്നുള്ളതാണ്. തസ്നിയയുടെ ഇറാബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫുറൂഇയായ ഇറാബുകൾ നഹ്വിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. 7 കാര്യങ്ങൾക്ക് സാധാരണയിൽ നിന്ന് വ്യത്യാസപ്പെട്ടുകൊണ്ട് വരുന്ന ഇറാബുകൾക്കാണ് ഫുറൂഇയായ ഇറാബിന്റെ അലാമത്ത് എന്ന് പറയാം. അതിൽപ്പെട്ട ഒന്നാണ് തസ്നിയ എന്നുള്ളത്. അലിഫ് കൊണ്ട് റഫും യാ കൊണ്ട് നസ്ബും ജെറും എന്നുള്ളത് ആ തസ്നിയയുടെ ഇറാബ്. അപ്പൊ റഫിന്റെ സമയത്ത് ഇസ്നാനി എന്ന് അല്ലെ ഇസ്നത്താനി എന്ന് പറയും. നസ്ബിന്റെയും ജെറിന്റെയും സമയത്ത് ഇസ്നൈനി എന്നോ ഇസ്നതൈനി എന്ന രൂപത്തിലോ പറയും. അങ്ങനെ തസ്നിയുടെ ഇറാബാണ് എന്നൊരു പ്രത്യേകത കൂടി ഇസ്നാനി ഇസ്നത്താനിക്കുണ്ട്. ഇതാണ് 1, 2 എന്നീ കാര്യങ്ങളെ എണ്ണുമ്പോൾ നമുക്ക് പറയാനുള്ളത് എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഒരു ഏരിയ അത് കഴിഞ്ഞു, 1, 2 കഴിഞ്ഞു. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അവസാനം തരാവുന്നതാണ്. അതിന് ഉദാഹരണമാണ് പറയുന്നത്. റജുലുൻ വാഹിദുൻ, റജുലാനി ഇസ്നാനി, റജുലൈനി ഇസ്നൈനി. അപ്പൊ റജുലുൻ എന്ന് വന്നപ്പോൾ വാഹിദുൻ, റജുലാനി, റജുലാനി എന്നുള്ള അവിടെ റഫ്ത് കൊടുത്തുകൊണ്ട് റജുലാനി എന്നാണ്, കാരണം തസ്നിയാണത്. റജുലൈനി എന്ന നസ്ബിന്റെയും ജെറിന്റെയും സമയത്ത് വരും. അപ്പൊ റജുലാനി എന്ന് വരുമ്പോൾ ഇസ്നാനി എന്ന് പറയുമോ, റജുലൈനി എന്നായപ്പോ ഇസ്നൈനി എന്നായി. ഇനി പുറത്ത് മുഅന്നസും വരും. ഇമ്രഅത്ത് എന്ന് പറഞ്ഞപ്പോ വാഹിദത്തുന്നായി. ഇനി ഇമ്രഅത്താനി എന്ന് പറയുമ്പോൾ ഇസ്നത്താനി. ഇനി ഇമ്രഅത്തൈനി എന്ന് വരുന്ന സമയത്ത് ഇസ്നത്തൈനി എന്ന് മാറും. ഈ രൂപത്തിലാണ് വരുന്നത് എന്ന് ശ്രദ്ധിക്കാം. ഇനി ഓക്കെ, അടുത്തത് പിന്നെ 3 മുതൽ 10 വരെ, രണ്ടെണ്ണം കൂട്ടിച്ചേ, 3 മുതൽ 10 വരെയുള്ളതിൻ്റെതാണ്. 3 മുതൽ 10 വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 രൂപത്തിൽ സലാസ്, അർബഅ്, ഖംസ്, സിത്ത്, സബ്അ്, സമാനി എന്ന് പറയുന്ന താ ഇല്ലാത്ത രൂപവും വരും. സലാസത്ത്, അർബഅത്ത്, ഖംസത്ത്, സിത്തത്ത്, സബ്അത്ത്, സമാനിയത്ത് എന്ന് പറയുന്ന താ ഉള്ള രൂപവും വരും. അപ്പൊ 2 രൂപത്തിൽ പറയും. അത് എണ്ണപ്പെടുന്ന വസ്തു മുഅന്നസ് ആണെങ്കിൽ നമ്മൾ എന്തിനെയാണോ എണ്ണുന്നത്, ഇപ്പൊ കലമിനാണെങ്കിൽ അത് മുദക്കറാണ്, കിതാബിനാണെങ്കിൽ അത് മുദക്കറാണ്, എന്നാൽ കുല്ലിയത്താണെങ്കിൽ അത് മുഅന്നസാണ്, ത്വാവിലത്താണെങ്കിൽ മുഅന്നസാണ്. എണ്ണപ്പെടുന്ന വസ്തു മുഅന്നസ് ആണെങ്കിൽ, സ്ത്രീലിംഗ പദമാണെങ്കിൽ
അതിന്റെ കൂടെയാണ് സലാസ്, അർബ, ഹംസ്, സിത്ത്, സബ് എന്ന് തുടങ്ങിയ താ ഇല്ലാത്ത അതതിനെ ഉപയോഗിക്കുക. എന്നാൽ എണ്ണപ്പെടുന്ന വസ്തു മുദക്കറാണെങ്കിൽ, കലമ് പോലെയുള്ള, ബൈത്ത് പോലെയുള്ള അല്ലെ അതുപോലെയുള്ള മുദക്കറായ പദമാണെങ്കിൽ അതിന്റെ കൂടെയാണ് സലാസത്ത്, അർബഅത്ത്, ഹംസത്ത്, സിത്തത്ത് എന്ന് പറയുന്ന താ ഉള്ള രൂപം ഉപയോഗിക്കുക. അപ്പൊ മുഅന്നസിന്റെ കൂടെ സലാസ്, അർബഅത്ത് താ ഇല്ലാത്ത രൂപം 10 വരെയാണ്. മുദക്കറിന്റെ കൂടെ സലാസത്ത്, അർബഅത്ത് എന്ന താ ഉള്ള രൂപം ഉപയോഗിക്കണം. അതോടൊപ്പം എണ്ണപ്പെടുന്ന വസ്തു അത് മുദക്കറാവട്ടെ മുഅന്നസാവട്ടെ ഏതാവട്ടെ അത് ജമ്മാക്കി ജെറ് ചെയ്യുകയും വേണം. ഈ 2 നിയമം നമ്മളെ മനസ്സിലാണ്. ജമ്മാക്കി ജെറ് ചെയ്യണം. അപ്പൊ ഏതാണോ ബൈത്താണെങ്കിൽ ബുയൂത്ത് എന്നുള്ളത്, അല്ലെങ്കിൽ കലമാണെങ്കിൽ അക്ലാം എന്നുള്ളത് ജമ്മാക്കിയിട്ട് ജെറ് ചെയ്യുക വേണം എന്നുള്ളതാണ്. അപ്പൊ സലാസു ത്വാലിബാത്തിൻ, അർബ ത്വാലിബത്തിന് തന്നെയാണ് 3 വിദ്യാർത്ഥിനികൾ, 4 വിദ്യാർത്ഥിനികൾ. ത്വാലിബത്തിന് എണ്ണുമ്പോൾ സലാസ്, അർബ എന്ന് താ ഇല്ലാത്ത രൂപം കൊടുക്കണം. കാരണം ത്വാലിബത്ത് എന്നുള്ളത് മുഅന്നസാണ്. അപ്പൊ എണ്ണുന്ന വസ്തു എന്താക്കണം? മുദക്കറാക്കി താ ഇല്ലാത്ത രൂപത്തിൽ കൊടുക്കണം. ഇനി ജമ്മാക്കി ജെറ് ചെയ്യുമ്പോൾ ത്വാലിബത്തിന്റെ ജമ്മ് ത്വാലിബാത്ത് എന്നാണ്. ഇപ്പൊ പറയുന്ന രൂപത്തിൽ സലാസു ത്വാലിബാത്തിൻ, അർബഉ ത്വാലിബാത്തിൻ, ഹംസു ത്വാലിബാത്തിൻ, സിത്തു ത്വാലിബാത്തിൻ എന്നുള്ള രൂപത്തിൽ പറയണം. ഇനി മുദക്കറിനെ എണ്ണുകയാണെങ്കിലോ ത്വാലിബ് മുദക്കറാണ്. ത്വാലിബിന്റെ ജമ്മ് തുല്ലാബ് എന്നാണ്. ത്വാലിബിന്റെ കൂടെ ഉപയോഗിക്കേണ്ടത് സലാസത്ത്, അർബഅത്ത്, ഹംസത്ത്, സിത്തത്ത് തുടങ്ങിയ പദങ്ങളാണ്. താ ഉള്ള രൂപം ജമ്മാക്കി ജെറ് ചെയ്യുമ്പം സലാസത്ത് തുല്ലാബിൻ, അർബഅത്ത് തുല്ലാബിൻ, ഹംസത്ത് തുല്ലാബിൻ, സിത്തത്ത് തുല്ലാബിൻ എന്ന രൂപത്തിൽ പറയുകയും വേണം. ഇതാണ് 3 മുതൽ 10 വരെ എണ്ണുമ്പം പറയാനുള്ളത്. അപ്പൊ മുദക്കറിന്റെ കൂടെ മുഅന്നസായ താ ഉള്ള സലാസത്ത് എന്നുള്ള രൂപവും മുഅന്നസായത് എണ്ണുമ്പോൾ താ ഇല്ലാത്ത സലാസ്, അർബ എന്നുള്ള രൂപം ഉപയോഗിക്കുകയും അതോടൊപ്പം മഅദൂദിനെ എണ്ണപ്പെടുന്ന വസ്തുവിനെ ജമ്മാക്കി ജെറ് ചെയ്യുകയും വേണം എന്നുള്ളതാണ് 3 വരെ മുതൽ 10 വരെയുള്ള നിയമം. അത്രയും കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി വെക്കാൻ, നോട്ട് ചെയ്ത് വെക്കുക ഇൻഷാ അല്ലാഹ്. അപ്പൊ കഴിഞ്ഞു. അപ്പൊ 3, 1, 2 പറഞ്ഞു. പിന്നെ 3 മുതൽ 10 വരെയുള്ളൂ പറഞ്ഞു. ഇനി 11, 12 എന്നീ 2 പ്രത്യേകതയുണ്ട്. 11, 12 പ്രത്യേകത എന്ന് പറഞ്ഞാൽ 11 അഹദ അശറ എന്നും ഇഹ്ദ അശറത്ത എന്ന 2 പ്രയോഗങ്ങളാണ് 11 അഹദ അശറ, ഇഹ്ദ അശറത്ത. 12-നാണെങ്കിൽ ഇസ്ന അശറ അല്ലെങ്കിൽ ഇസ്നത്ത അശറ. അവിടെ അഹദ അശറ എന്നത് 11 കൂടെ, അത് മുദക്കറിന്റെ കൂടെ ഉപയോഗിക്കുന്ന, മുദക്കറാണോ എണ്ണുന്നത് അഹദ അശറ, മുഅന്നസാണോ ഇഹ്ദാ അശറത്ത്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷെ വളരെ സിമ്പിൾ ആണ്. എണ്ണുന്ന സാധനം മുദക്കറാണോ അഹദ അശറ, എണ്ണുന്നത് മുഅന്നസാണോ ഇഹ്ദാ അശറത്ത്. ഇനി ഇസ്ന അശറ ആണെങ്കിലോ ഇസ്ന അശറ എന്ന് പറയും മുദക്കറിന് എണ്ണുമ്പോൾ, ഇസ്നത്ത അശറത്ത എന്ന് പറയും മുഅന്നസിന് എണ്ണുമ്പോൾ. മുഅന്നസിന്റെ കൂടെ ഇസ്നത്ത അശറത്ത എന്നാണ് പറയുക. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നേരത്തെ ഇസ്നാനി ഇസ്നത്താനിൽ പറഞ്ഞതുപോലെ തസ്നിയയുടെ ഇഅ്റാബാണ് ഇസ്ന എന്നതിന് വരിക. ഇസ്ന എന്നതിന് തസ്നിയയുടെ ഇഅ്റാബാണ് എന്ന് പറഞ്ഞാൽ ഇസ്ന എന്ന് പറയും റഫ്ഇന്റെ സമയത്ത്, അല്ലെങ്കിൽ ഇസ്നത്താന്ന് പറയും റഫ്ഇന്റെ സമയത്ത്, ഇസ്നൈ എന്ന് പറയും നസ്ബിന്റെയും ജെറിന്റെയും സമയത്ത്, ഇസ്നത്തൈ എന്ന് പറയും നസ്ബിന്റെയും ജെറിന്റെയും സമയത്ത്. ഈ രൂപത്തിലാണ് പറയുക. അപ്പൊ ഇസ്ന അശറ എന്നോ ഇസ്നൈ അശറ എന്നോ ആണ് മുദക്കറിന്റെ കൂടെ വരിക. എന്ന് പറഞ്ഞാൽ റഫ്ഇന്റെ സമയത്തിൽ മുദക്കറിന്റെ കൂടെ ഇസ്ന അശറ എന്നും, നസ്ബിന്റെ സമയത്തോ ജെറിന്റെ സമയത്തോ ഇസ്നൈ അശറ എന്നും. ഇനി മുഅന്നസ് ആണെങ്കിലോ ഇസ്നത്ത അശറത്ത എന്നും, പിന്നെ റഫ്ഇന്റെ സമയത്ത് ഇസ്നത്തൈ അശറത്ത എന്നുള്ളത് നസ്ബിന്റെയോ ജെറിന്റെയോ സമയത്തും വരും എന്നുള്ളതാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, 11, 12 സെപ്പറേറ്റ് ഇങ്ങനെ ഇത് എണ്ണത്തിൽ ചെറിയ വ്യത്യാസം പറയുന്നുണ്ടെങ്കിലും 11 മുതൽ 99 വരെ എണ്ണുന്ന സമയത്തൊക്കെ മഅദൂദായിട്ട് വരുന്ന എണ്ണപ്പെടുന്ന വസ്തു മുഫ്രദാക്കി നസ്ബ് ചെയ്യണം. അത് വളരെ ശ്രദ്ധിക്കുക. 11 ആണെങ്കിലും 12 ആണെങ്കിലും 13 ആണെങ്കിലും ഒക്കെ മഅദൂദിന് ഒരേ നിയമമാണ്. ഈ അതതിലാണ് ചെറിയൊരു വ്യത്യാസം പറയുന്നത്. അപ്പൊ മഅദൂദ് അവിടെയൊക്കെ എന്താണ്? മുഫ്രദാക്കി നസ്ബ് ചെയ്യണം. 11 മുതൽ 99 വരെ ഏത് മഅദൂദ് ആണെങ്കിലും മുഫ്രദാക്കി നസ്ബ് ചെയ്യാന്നുള്ളത് നിർബന്ധമാണ്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 11 മുതൽ 19 വരെയുള്ള അതതിന്റെ 12 എന്ന് പറയുന്നതിന്റെ ആദ്യ ഭാഗം ഇസ്ന,
ആ ഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം ഫതഹിന്റെ മേൽ മബിനിയാണ്. 11 മുതൽ 19 വരെ ഫതഹിന്റെ മേൽ മബിനിയാണ് എന്ന് പറഞ്ഞാൽ റഫിന്റെ സമയത്തും നസ്ബിന്റെ സമയത്തും ജെറിന്റെ സമയത്തും ഒക്കെ അഹദ അഷറ അല്ലെ ഹിദ അഷറത്ത സലാസത അഷറ എന്നുള്ള ആ ഫതഹ് മാറിയിട്ടൊരിക്കലും മാറൂല. 1 മുതൽ 10 വരെ എണ്ണുമ്പോ സലാസത്തൂന്ന് വരാം, സലാസത്തീന്ന് വരാം, സലാസത്താന്ന് വരാം, അർബഅന്ന് വരാം, അർബഈന്ന് വരാം. ഇറാബിനനുസരിച്ചുകൊണ്ട് അതത് മാറിക്കൊണ്ടിരിക്കും, അതതിന്റെ ഇറാബ് മാറും. പക്ഷെ 11 മുതൽ 19 വരെയുള്ളതിൽ ഇറാബിൽ മബിനി ആയതുകൊണ്ട് പ്രത്യക്ഷത്തിൽ മാറ്റം ഉണ്ടാവില്ല. ഫതഹിന്റെ മേൽ മബിനിയാണ്. ഏതൊഴിവേ 12ന്റെ ആദ്യ ഭാഗം. 12 തന്നെ അഷറ എന്നത് മബിനിയാണ്, ഇസ്ന എന്നുള്ളത് മബിനിയല്ല. അത് നമ്മൾ പറഞ്ഞു. അത് തസ്നിയയുടെ ഇറാബ് അനുസരിച്ച് വരും. ഇസ്നൈ എന്നോ ഇസ്ന എന്നോ വരും, ഇസ്നത്തൈ എന്നോ ഇസ്നത്ത എന്നോ വരികയും ചെയ്യും എന്നുള്ളത് ഒന്നുകൂടി ഓർത്തു വെക്കുക. 11 മുതൽ 19 വരെയുള്ള അതത് മബിനിയാണ്. 12ന്റെ ആദ്യ ഭാഗം ഒഴിച്ച് അത് തസ്നിയയുടെ ഇറാബാണ്. അത് മുദക്കറിന്റെ കൂടെ ഇസ്ന അഷറ എന്നോ ഇസ്നൈ അഷറ എന്നോ വരും. മുഅന്നസിന്റെ കൂടെ ഇസ്നത്ത അഷറത്ത എന്നോ ഇസ്നത്തൈ അഷറത്ത എന്നോ വരികയും ചെയ്യും. 11 ഉദാഹരണമാണ് ഇവിടെ കൊടുത്തത്. അഹദ അഷറ ത്വാലിബൻ, മുദക്കർ ആയതുകൊണ്ട് അഹദ അഷറ ത്വാലിബൻ. 12 ഇസ്ന അഷറ ത്വാലിബൻ. നസ്ബിന്റെയോ ജെറിന്റെയോ സമയത്താണെങ്കിൽ ഇസ്നൈ അഷറ ത്വാലിബൻ എന്നാവുന്നേ ഉള്ളൂ. ഇതാണ് മുദക്കറിനെ എണ്ണുമ്പോൾ 11, 12. അഹദ അഷറാന്നോ ഇസ്ന അഷറ എന്നോ. മുഅന്നസിന്റെ കൂടെ ഇഹിദാ അഷറത്ത ത്വാലിബത്തൻ. തസ്നിയ 12 ആകുമ്പോൾ ഇസ്നത്ത അഷറത്ത ത്വാലിബത്തൻ. അത് ഇസ്നത്ത എന്നുള്ളത് ഇസ്നത്തൈ എന്നാവും. നസ്ബിന്റെയും ജെറിന്റെയും സമയത്ത് എന്ന വ്യത്യാസമുള്ളൂ. ഇതാണ് 11, 12 എണ്ണുമ്പോഴുള്ള നിയമം. ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചോദിക്കുമ്പോഴാണ്, ഞാനിപ്പോ ഓരോ കഴിയുമ്പോൾ ഓരോന്നോരോന്നും ചോദിക്കാറാണ് ഉള്ളത്. അപ്പൊ ഇത് അവസാനത്തേക്ക് പിന്തിക്കാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ ആവശ്യമുള്ളത്. ഇൻഷാ അല്ലാഹ് എന്തായാലും അവസാനം സമയം തരും. ഇനി 13 മുതൽ 19 വരെ ഉള്ളതിനാണ്. 13 മുതൽ 19 വരെ ഉള്ളതിന് നമ്മളിപ്പോ സലാസ എന്നും സലാസത്ത എന്നും പറഞ്ഞു 3-ന്. 10-ന് അഷറാന്നുണ്ട് അഷറത്താന്നുണ്ട്. താ ഉള്ളതും താ ഇല്ലാത്ത രൂപം നമ്മൾ പറഞ്ഞു 3 മുതൽ 10 വരെ എണ്ണുമ്പോൾ. അപ്പൊ ഇത് രണ്ടും കൂടി നമ്മൾ ജമ്മ് ചെയ്യുകയാണെങ്കിൽ 4 പാറ്റേണിൽ വരാം. കാരണം ഞാനത് അങ്ങനെ സൂചിപ്പിക്കുന്നത് 4 പാറ്റേണും ഓപ്ഷനിൽ കൊടുക്കാറുണ്ട്. എങ്ങനെ വരാം? 2-ലും താ ഉള്ള സലാസത്ത അഷറത്ത ഇങ്ങനെ ഓപ്ഷനിൽ വരും. 2ഉം താ ഇല്ലാത്ത സലാസ അഷറ അങ്ങനെ വരും. ആദ്യ ഭാഗത്ത് താ ഇല്ല, അഷറയിലുണ്ട്, സലാസ അഷറത്ത. ആദ്യത്തിൽ താ ഉണ്ട്, രണ്ടാമത്തെ അഷറയിൽ താ ഇല്ല, സലാസത്ത അഷറ. 4 രൂപത്തിൽ വരാലോ. സലാസത്ത അഷറത്ത, സലാസ അഷറ, സലാസ അഷറത്ത, സലാസത്ത അഷറ. 4 രൂപത്തിൽ വരാം. ഇതിൽ 2 രൂപം ഒരിക്കലും വരില്ല. ഏത് 2 രൂപം? 2-ലും താ ഉള്ള രൂപം സലാസത്ത അഷറത്ത എന്നൊരു പാറ്റേൺ ഇല്ല. 2-ലും താ ഇല്ലാത്ത സലാസ അഷറ എന്നൊരു പാറ്റേണും ഇല്ല. 2-ൽ ഒരു സ്ഥലത്ത് താ ഉണ്ടാവും. അതായത് ഒന്നെങ്കിൽ സലാസ അഷറത്ത, അർബ അഷറത്ത, ഹംസ അഷറത്ത, അങ്ങനെ അഷറയിൽ താ ഉണ്ട്, സലാസയിൽ ഇല്ല. അല്ലെങ്കിൽ സലാസത്ത അഷറ, അർബഅത്ത അഷറ, ഹംസത്ത അഷറ എന്ന സലാസ അർബ എന്നുള്ള ആദ്യ ഭാഗത്ത് താ ഉണ്ട്, അഷറയിൽ താ ഇല്ല. ഈ 2 രൂപമേ വരും. അപ്പൊ 4 ഓപ്ഷനിൽ കണ്ടു കഴിഞ്ഞാൽ 2ഉം താ ഇല്ലാത്തതും 2ഉം താ ഉള്ളതും നമുക്ക് ആദ്യം ഒഴിവാക്കാം. ബാക്കിയുള്ള 2-ൽ ഏതാണ് ശരിയെന്ന് നോക്കിയാൽ മതി. അതെങ്ങനെ മനസ്സിലാക്കും? മുഅന്നസിന്റെ കൂടെയാണ് ആദ്യ ഭാഗത്ത് താ ഇല്ലാത്ത അഷറയിൽ താ ഉള്ള രൂപം. സലാസ അഷറത്ത, അതിൽ അഷറത്തയിൽ താ ഉണ്ട്, സലാസയിൽ ഇല്ല. അർബഅ അഷറത്ത, ഹംസ അഷറത്ത. അങ്ങനെ സലാസ അർബ എന്ന ആദ്യ ഭാഗത്ത് താ ഇല്ലാതെ അഷറയിൽ താ ഉള്ളത് മുഅന്നസിന്റെ കൂടെയും, സലാസത്ത അർബഅത്ത എന്ന ആദ്യ ഭാഗത്ത് താ ഉണ്ട്, അഷറയിൽ താ ഇല്ലാത്തത് മുദക്കറിന്റെ കൂടെയുമാണ് 19 വരെ ഉപയോഗിക്കുക. ഇതോടൊപ്പം നേരത്തെ പറഞ്ഞ നിയമം ഓർമ്മ വേണം. നേരത്തെ 11 മുതൽ 19 വരെ ഫതഹിന്റെ മേൽ മബിനിയാന്ന് പറഞ്ഞത് ഇതിലൊക്കെ ബാധകാണ്. അതോടൊപ്പം 11 മുതൽ 99 വരെ മുഫറദാക്കി നസ്ബ് ചെയ്യണം മഅദൂദിനെ എന്ന് പറഞ്ഞ നിയമവും ഇവിടെ അങ്ങനെ തന്നെയാണ്. അതിലൊന്നും മാറ്റം ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ വീണ്ടും പറയുന്നില്ല. അതേ നിയമം ഇവിടെ ഉണ്ട്. അതോടൊപ്പം സലാസ അഷറത്ത, അർബ അഷറത്ത എന്ന രൂപം മുഅന്നസിന്റെ കൂടെയും, സലാസത്ത അഷറ, അർബഅത്ത അഷറ എന്ന് തുടങ്ങുന്ന രൂപം മുദക്കറിന്റെ കൂടെയുമാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് 13 മുതൽ 19 വരെയുള്ളതിന്റെ നിയമം. ഇതിന്റെ ചോദ്യങ്ങൾ അവസാനം വരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ ക്ലിയർ ആവും എങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യം വരാം. ഓക്കെ, ഇനി അതിന് ഉദാഹരണങ്ങൾ.
ഇപ്പൊ സലാസ അശറത്ത ത്വാലിബത്തൻ, അർബ അശറത്ത ത്വാലിബത്ത്. അവിടെ ത്വാലിബത്ത് എന്നുള്ളത് മുഅന്നസ് ആയതുകൊണ്ട് അഷറയിൽ താ ഉള്ള ആദ്യ ഭാഗത്ത് താ ഇല്ലാത്ത രൂപം പറഞ്ഞു. അതോടൊപ്പം ത്വാലിബത്തൻ എന്ന് മുഫ്രദാക്കി നസ്ബ് ചെയ്തു. ഇപ്പുറത്ത് മുദക്കറായി ത്വാലിബ്, ത്വാലിബ് മുദക്കർ ആയതുകൊണ്ട് സലാസ അർബ എന്നുള്ള താ ഉള്ള രൂപവും അഷറയിൽ താ ഇല്ലാത്ത രൂപം. അപ്പൊ സലാസത്ത് അഷറ, അർബഅത്ത് അഷറ, ത്വാലിബിനെ മുഫ്രദാക്കി നസ്ബ് ചെയ്ത് ത്വാലിബൻ എന്ന് പറയുകയും ചെയ്യും. സലാസ അശറത്ത ത്വാലിബത്തൻ, അർബ അശറത്ത ത്വാലിബത്തൻ, ഹംസ അശറത്ത ത്വാലിബത്തൻ. എന്നാൽ ത്വാലിബ് വന്നപ്പോൾ സലാസത്ത് അശറ ത്വാലിബൻ, അർബഅത്ത് അശറ ത്വാലിബൻ, ഹംസത്ത് അശറ ത്വാലിബൻ എന്ന് പറയുകയും ചെയ്തു. അതോടൊപ്പം സലാസ അശറത്താന്നോ അല്ലെ സലാസത്ത് അശറത്താന്നോ ഉള്ളത് നസ്ബ് വന്നാലും റഫ് വന്നാലും ജെറ് വന്നാലും ഒക്കെ ഇതുപോലെ ഉപയോഗിക്കും, ഫതഹിന്റെ പേര് മബനിയുമായതുകൊണ്ട് എന്നുള്ളതാണ്. ഇത്രയുമാണ്. അപ്പൊ 1, 2 പറഞ്ഞു, 3 മുതൽ 10 വരെ ഉള്ളത് പറഞ്ഞു, 11, 12 നാലാമത് പറഞ്ഞു, 13 മുതൽ 19 വരെയുള്ളത് അടുത്തത് പറഞ്ഞു. ഇങ്ങനെ 4 കാറ്റഗറി തിരിച്ചുകൊണ്ട് നമ്മൾ അതത് മാതൂത് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് ഇൻഷാ അല്ലാഹ്. ഇനി റുക്കൂദിൻ്റെത് പറയുന്ന ഇഷ്റൂൻ എന്ന് പറയുന്ന 20, 30, 40, 50, 60, 70, 90 വളരെ എളുപ്പമാണ്. കാരണം ഇതിൽ മുഅന്നസ് മുദക്കർ എന്ന് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല, രണ്ടിനും ഒരുപോലെയാണ്. മുദക്കറിന്റെ കൂടെയും ഇഷ്റൂൻ തന്നെയാണ്, മുഅന്നസിന്റെ കൂടെയും ഇഷ്റൂൻ തന്നെയാണ്, വ്യത്യാസമില്ല. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു, ഇനി എല്ലാ സ്ഥലത്തും ഓർക്കണേ 99 വരെ എണ്ണുന്ന മഅദൂദ് മുഫ്രദാക്കി നസ്ബ് ചെയ്യണം. അത് ഈ പറയപ്പെട്ടതിന്റെ കൂടെയും അങ്ങനെ തന്നെയാണ് മുഫ്രദാക്കി നസ്ബ് ചെയ്യണം. പിന്നെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇഅ്റാബിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഉഖൂദിന്റെ ഇശ്റൂൻ സലാസൂൻ അർബ അങ്ങനെ പറയുന്ന 90 വരെ ഉള്ളത് ജംഅ് മുദക്കർ സാലിമിന്റെ ഇഅ്റാബാണ്. ജംഉ മുദക്കർ നേരത്തെ തസ്നിയാണ് പറഞ്ഞത്, ഇവിടെ ജംഉ മുദക്കർ സാലിമാണ്. ജംഉ മുദക്കർ സാലിമിന് വാവ് കൊണ്ട് റഫ്ഉം യാ കൊണ്ട് നസ്ബും ജറും എന്നുള്ളതാണ്. അപ്പൊ ഇശ്റൂന സലാസൂന അർബഊന എന്ന് വാവ് കൊടുത്തുകൊണ്ട് പറയുന്നത് റഫ്ഇന്റെ സമയത്താണ്. ഇശ്രീൻ സലാസീൻ അർബഈൻ എന്ന് യാ കൊടുത്തുകൊണ്ട് പറയുന്നത് നസ്ബിന്റെയും ജെറിന്റെയും സമയത്താണ് എന്നുള്ളത് കൂടി ചിന്തിച്ചാൽ വളരെ എളുപ്പമുള്ളതാണ് ഈ ഉഖൂദിന്റെ ഇശ്റൂൻ സലാസൂൻ അർബഊൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ജംഉ മുദക്കർ സാലിമിന്റെ ഇറാബാണെന്ന് മനസ്സിലാക്കുക. മുഫ്രദ് മുദക്കറിനും മുഅന്നസിനും ഒരേ പദമാണെന്ന് മനസ്സിലാക്കുക. മഅദൂദ് മുഫ്രദാക്കി നസ്ബ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കുക. ഈ 3 കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇനി അതിന്റെ ഉദാഹരണങ്ങളാണ്. ഇല്ല അവതാനമൊക്കെ. അപ്പൊ ഉദാഹരണം പറയുന്നത് ഇശ്റൂന ത്വാലിബത്തൻ അല്ലെ ഇശ്റൂന ത്വാലിബൻ, സലാസൂന ത്വാലിബത്തൻ, സലാസൂന ത്വാലിബൻ എന്ന് പറയുക. അപ്പൊ അതേപോലെ ഏത് വന്നു കഴിഞ്ഞാലും ആ രൂപത്തിൽ തന്നെ പറയുക എന്നുള്ളതാണ്. ഇശ്റൂന ത്വാലിബത്തൻ എന്ന് പറയണം, സലാസൂന ത്വാലിബത്തൻ, അർബഊന ത്വാലിബത്തൻ അല്ലെ ഇശ്രീന ത്വാലിബത്തൻ, സലാസീന ത്വാലിബത്തൻ, അർബഈന ത്വാലിബത്തൻ. ഇനി എന്ത് വന്നാലും മുദക്കറാണെങ്കിൽ ഇശ്റൂന ത്വാലിബൻ, സലാസൂന ത്വാലിബൻ അല്ലെ ഇശ്രീന. എപ്പോ ഇശ്രീന എന്നുള്ളത് നസ്ബിന്റെയോ ജെറിന്റെയോ സമയത്ത് ഇശ്രീന എന്ന രൂപത്തിലും വരും എന്നുള്ളതാണ്. 20, 30, 40, 50, 60, 70, 80, 90 വരെയുള്ളത്. അപ്പൊ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണേ. 1, 2 പറഞ്ഞു. 1 വാഹിദ്, വാഹിദത്ത് മുഅന്നസിന്റെ കൂടെ, ഇസ്നാനി ഇസ്നത്താനി എന്നാണ്, ഇസ്നാനി എന്നത് മുദക്കറിന്റെ കൂടെ, ഇസ്നത്താനി മുഅന്നസിന്റെ കൂടെ. പിന്നെ 3 മുതൽ 10 വരെയുള്ളത് പറഞ്ഞു. അത് താ ഇല്ലാത്ത സലാത്ത് അർബഅത്ത് ഉപയോഗിക്കുന്നത് മുഅന്നസിന്റെ കൂടെയും, താ ഉള്ള സലാസത്ത് അർബഅത്ത് ഹംസത്ത് ഉപയോഗിക്കുന്നത് മുദക്കറിന്റെ കൂടെയുമാണ്. അതോടൊപ്പം അത് ജമ്മാക്കി ജെറ് ചെയ്യണം മഅദൂദിനെ എന്നുള്ളത് പറഞ്ഞു. പിന്നെ 11, 12 ആണ് പറഞ്ഞത്. 11-ന് അഹദ അശറ എന്നത് മുദക്കറിന്റെ കൂടെയും, ഇഹ്ദാ അശറത്ത എന്നത് മുഅന്നസിന്റെ കൂടെയുമാണ്. 12-ന് ഇസ്നാ അശറ എന്നുള്ളത് മുദക്കറിന്റെ കൂടെയും, ഇസ്നത്ത അശറത്ത എന്നുള്ളത് മുഅന്നസിന്റെ കൂടെയുമാണ്. പിന്നീട് 13 മുതൽ 20 വരെയുള്ളത് സലാസ അശറത്ത, അർബ അശറത്ത, ഹംസ അശറത്ത എന്ന ആദ്യ ഭാഗത്ത് താ ഇല്ലാത്ത, അശറയിൽ താ ഉള്ളത് മുഅന്നസിന്റെ കൂടെയും, സലാസത്ത് അശറ, അർബഅത്ത് അശറ എന്ന് തുടങ്ങുന്ന ആദ്യ ഭാഗത്ത് താ ഉള്ള, അശറയിൽ താ ഇല്ലാത്തത് മുദക്കറിന്റെ കൂടെയുമാണ്. പിന്നെ 20, 30, 40 എന്നുള്ളത് മുദക്കറിന്റെയും മുഅന്നസിന്റെയും കൂടെ ഒരുപോലെയാണ്. അവിടെ മഅദൂദ് ഇവിടെയൊക്കെ 11 മുതൽ 99 വരെ മുഫ്രദാക്കി നസ്ബ് ചെയ്യണം എന്ന നിയമവുമുണ്ട്. അതോടൊപ്പം ഈ പറയപ്പെട്ട 20, 30 ജംഉ മുദക്കർ സാലിമിന്റെ ഇറാബുമാണ് എന്നുള്ള കാര്യമാണ് മൊത്തത്തിൽ ഇതുവരെ പറഞ്ഞത്. സാറേ, പിന്നെ കുട്ടികൾക്ക് ഇത് ഭയങ്കര ടഫ് ഏരിയ ആയതുകൊണ്ട് ഒത്തിരി അത് സ്പീഡ് കുറക്കുമെന്ന് കുട്ടികൾ ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവർക്ക് ഇപ്പൊ എവിടെ വരെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുന്നുള്ള അറിയോ? ചാറ്റ് ശ്രദ്ധിക്കാനായിട്ടാണ്. ഇതുവരെ ഓക്കെ ആണെങ്കിൽ ഒരു തമ്പിട്ടെ, ബാക്കി കുറച്ച് സ്പീഡ് കുറക്കാം.
അല്ലെങ്കിൽ ഏരിയ ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറയും, ഇന്നത് മനസ്സിലായിട്ടില്ല. എന്നാ മക്കളെ ഒരു കാര്യം ചെയ്യും, ഏത് ഏരിയ സ്പീഡ് കൂടിയത് ആ ഏരിയോട്ട് സാർ എടുത്തോളും. ഇൻഷാ അല്ലാ. പതിനൊന്ന് 12 ഓക്കെ പറയാം. ഓക്കെ 11 12 പറയും, അത് പറയാം. സത്യത്തില് ഈ ടീച്ചിങ്ങിന്റെ മെത്തേഡ് അനുസരിച്ച് റിസൾട്ട് ടീച്ചർക്കാണെങ്കിൽ കൂടുതൽ അറിയാം. മെത്തേഡ് അനുസരിച്ച് സിമ്പിൾ നിന്ന് ടഫിലേക്ക് പോകണം എന്നാണ്. പക്ഷെ ആദ്യം തന്നെ അതത് എടുത്ത് ഒരു ക്രാഷ് കോഴ്സ് ആയതുകൊണ്ട് സാധാരണ അതത് ഞാൻ ഫസ്റ്റിൽ എടുക്കാറില്ല. ടീച്ചർക്കൊക്കെ അറിയാം, അവസാനത്തേക്കാണ് എടുക്കാറുള്ളത്. അത് പ്രയാസമല്ലെങ്കിലും പ്രയാസമായി ആളുകൾ തോന്നുന്നത് കൊണ്ട് വളരെ സിമ്പിളായിട്ട് എടുക്കേണ്ടതാണ്. പിന്നെ നമ്മൾ അത്രയും കുറഞ്ഞ സമയത്ത് 2 3 ക്ലാസ്സിൽ പ്രധാനപ്പെട്ട ഏരിയകൾ കവർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് എടുത്തത്. 20 30 പറയാം. അതായത് 11 12 എന്നുള്ളത് വളരെ എളുപ്പമാണ്. കാരണം ആദ്യം മനസ്സിലാക്കേണ്ടത് 11 മുതൽ 90 99 വരെ എണ്ണുന്നത് മഅദൂദ് മുഫ്രദാക്കി നസ്ബ് ചെയ്യും. അതിൽ ഇനി 12 വന്നാലും 13 വന്നാലും 14 വന്നാലും 20 വന്നാലും 99 വന്നാലും മഅദൂദിന്റെ ഇറാബ് എന്താ? മുഫ്രദാക്കി നസ്ബ് ചെയ്യാന്നുള്ളതാണ്. അത് നിങ്ങൾ ഒരിക്കലും മാറ്റം വരരുത്. അത് ഏത് വന്നാലും 11 മുതൽ 99 വരെ ഏതക്കത്തിന് ശേഷവും മുഫ്രദാക്കി നസ്ബ് ചെയ്യണം മഅദൂദ്. പിന്നെ എണ്ണുന്നതിലാണ് 11 12 വ്യത്യാസം. 11 2 പാറ്റേണേ ഉള്ളൂ. മുദക്കറിന്റെ കൂടെ അഹദ അശറ, അത് ഉറപ്പിക്കാം. അഹദ അശറ വേറൊരു രൂപമല്ല. അത് നസ്ബ് വന്നാലും ജെറ് വന്നാലും റഫ് വന്നാലും എന്ത് വന്നാലും അഹദ അശറ, മാറ്റല്ല. മുഅന്നസിന്റെ കൂടെയോ ഇഹ്ദാ അശറത്ത, ഇഹ്ദാ അശറത്ത, ഇഹ്ദാ അശറത്ത എന്നുള്ളത് മുഅന്നസിന്റെ കൂടെ 11. അതിലും ഇറാബിലൊന്നും മാറ്റല്ല, കാരണം മബ്നിയാണ്, അതേ രൂപത്തിലേ വരും. അപ്പൊ ഒരു 11 പേന എന്ന് പറയുകയാണെങ്കിൽ അഹദാശറ കലമൻ, 11 കോളേജ് എന്ന് പറയുകയാണെങ്കിൽ ഇഹദാശറ കുല്ലിയത്തൻ, 11 പള്ളി എന്ന് പറയുകയാണെങ്കിൽ അഹദാശറ മസ്ജിദൻ, 11 വീട് എന്ന് പറയുകയാണെങ്കിൽ അഹദാശറ ബൈത്തൻ, 11 മേശ എന്ന് പറയുകയാണെങ്കിൽ ഇഹ്ദാ അശറത്ത ത്വാബിലത്തൻ, 11 വേറെന്തെങ്കിലും സാധനം പറയുകയാണെങ്കിൽ ഏത് പറയുകയാണെങ്കിൽ മുദക്കറിന്റെ കൂടെ അഹദാശറ, മുഅന്നസിന്റെ കൂടെ ഇഹ്ദാശറ. 11 ഒക്കെ ആണെങ്കിലും നിങ്ങളൊന്ന് തമ്പനയിൽ വരും, ഒന്ന് കാണിച്ചു കൊടുക്കും. ഓക്കെ ആണെങ്കിൽ 11 അഹദാശറ ഇഹ്ദാശറത്ത, ഈ രണ്ടുമേ 11 ഉള്ളൂ. 12 എന്നാ 12ലേക്ക് പോവാം. 12 ഇസ്ന അശറ അല്ലെങ്കിൽ ഇസ്നത്ത അശറത്ത, മുദക്കറിന്റെ കൂടെ ഇസ്ന അശറ, മുഅന്നസിന്റെ കൂടെ ഇസ്നത്ത അശറത്ത. അപ്പൊ ഏത് വരികയാണെങ്കിലും മുഅന്നസ മുദക്കറാണ് നേരെ ബൈത്ത് പറയുമ്പോൾ ഇസ്ന അശറ ബൈത്തൻ, ഇസ്ന അശറ കലമൻ, ഇസ്ന അശറ മസ്ജിദൻ. എന്നാൽ മുഅന്നസിന്റെ കൂടെ ഇസ്നത്ത അശറത്ത കുല്ലിയത്തൻ, ഇസ്നത്ത അശറത്ത ത്വാബിലത്തൻ. ആ രൂപത്തിൽ ഇസ്നത്ത അശറത്ത എന്നത് മുഅന്നസിന്റെ കൂടെയും ഇസ്ന അശറ എന്നത് മുദക്കറിന്റെ കൂടെയും. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇസ്ന എന്നുള്ള ആദ്യ ഭാഗത്തുള്ള ഇറാബ് തസ്നിയയുടെ ഇറാബ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇസ്ന അശറ എന്നുള്ളതും ഇസ്നത്ത അശറത്ത എന്നുള്ളതും റഫ്ഇന്റെ സമയത്താണ് പറയാം. നസ്ബിന്റെയും ജെറിന്റെയും സമയത്ത് ഇസ്നൈ അശറ, മുഅന്നസാണെങ്കിൽ ഇസ്നത്തൈ അശറത്ത എന്ന് ആ ഭാഗത്തിന്റെയും യാ ആയിട്ട് മാറും, അലിഫ് മാറിയിട്ട്. കാരണം അലിഫ് കൊണ്ട് റഫും യാ കൊണ്ട് നസ്ബും ജെറും എന്നുള്ളതാണല്ലോ തസ്നിയുടെ ഇറാബ്. ആ ഇറാബ് വരും 12. ഇത്രയുമാണ് 12 ഉള്ളത്. ഹാദി അഷറ എന്നുള്ള പറയില്ല, അതൊക്കെ നമ്മൾ എന്താ പറയാ സിഫത്താക്കിയിട്ട് പറയും. എണ്ണം സാധാരണഗതിയിൽ പറയുമ്പോൾ അങ്ങനെ പറയൂല. അൽ ഹാദി അഷറ അസാഅത്തുൽ ഹാദിയത്ത് അഷറ, അത് സിഫത്താക്കിയിട്ട് ഹാദിയയിൽ പറയുമ്പോൾ അസാഅത്തു എന്ന് പറഞ്ഞിട്ട് അതിന്റെ വിശേഷണമാക്കുമ്പോൾ ഹാദിയത്ത്, അത് മുദക്കറാണെങ്കിൽ ഹാദി എന്ന് പറയുന്നത് സിഫത്താക്കി വരുന്ന മറ്റൊരു ഏരിയയാണ്. പരീക്ഷ കൂടുതലായി ചോദിക്കാറില്ല. അല്ലാണ്ട് അതത് നമ്മൾ പറയുമ്പോൾ ഹാദി അഷറത്ത് കലം എന്നുള്ളൊരു പ്രയോഗം ഇല്ല. അത് അഹദ അഷറ എന്നോ ഇഹ്ദ അഷറത്താന്ന് മുഅന്നസിന്റെ കൂടെ മാത്രമേ ഉള്ളൂ. ഇനി 20 19 13 19 വരെ ഉള്ളത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അത് ഇത്രയേ ഉള്ളൂ. 13 2 രൂപത്തിൽ പറയാം. സലാസ അശറത്ത എന്നും വരാം, സലാസത്ത് അശറ എന്നും വരാം. സലാസയിൽ താവുണ്ട്, അശറയിൽ ഇല്ല. സലാസയിൽ ഇല്ല, അശറയിൽ ഉണ്ട്. ഈ രൂപത്തിലേ വരും. രണ്ടിലൂടി താ ഉള്ള രൂപം ഇല്ല എന്ന് പറഞ്ഞാൽ സലാസത്ത അശറത്ത എന്നൊരു പ്രയോഗം ഇല്ല. രണ്ടിലും താ ഇല്ലാത്ത സലാസ അശറ എന്നൊരു പ്രയോഗവും ഇല്ല. എവിടെങ്കിലും ഒരുത്തിൽ താ ഉണ്ടാവും. ഒന്നെങ്കിൽ സലാസയിൽ താ ഉണ്ടാവും, അല്ലെങ്കിൽ അശറയിൽ താ ഉണ്ടാവും. ഇനി അത് എവിടെയാ പ്രയോഗിക്കേണ്ടത്? സലാസ അശറത്ത അർബ അശറത്ത സലാസയിൽ താ ഇല്ല, അർബയിൽ അശറയിൽ താ ഉണ്ടെങ്കിൽ അതെവിടെ വരും?
സലാസയിൽ താ ഇല്ല, അഷറയിൽ താ ഉണ്ടെങ്കിൽ അത് മുഅന്നസിന്റെ കൂടെയാണ്. സലാസ അശറത്ത, അർബ അശറത്ത, ഹംസ അശറത്ത എന്ന രൂപം മുഅന്നസിന് എണ്ണുമ്പോഴാ സലാസ അശറത്ത ത്വാബിലത്തൻ, സലാസ അശറത്ത കുല്ലിയത്തൻ എന്ന രൂപത്തിലാണ് പറയുക. എന്നാൽ സലാസത്ത അശറ, അർബഅത്ത അശറ എന്ന് പറയുന്ന സമയത്ത് സലാസത്ത അശറ അത് മുദക്കറിന്റെ കൂടെയാണ്. സലാസത്ത അശറ ബൈത്തൻ, അർബഅത്ത അശറ മസ്ജിദൻ, ഹംസത്ത അശറ ആ രൂപത്തിൽ എന്ത് ചെയ്യും? മുദക്കറിന്റെ കൂടെ സലാസത്ത അശറ എന്ന രൂപവും പറയും. പിന്നെ ഇതെല്ലാ പദവും മബ്നിയാണ് ഫതഹിന്റെ മേൽ എന്നുള്ളതുമാണ് പറഞ്ഞത്. അതിന് ഉദാഹരണമാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതിന്റെ ഉദാഹരണങ്ങളാണ് അത് കൊടുത്തത്. 20, 30, 40, 50 എന്നുള്ളതാണ് പിന്നെ പറഞ്ഞത്. അത് വളരെ എളുപ്പമാണ്. അത് മുദക്കർ മുഅന്നസ് നിങ്ങൾ ചിന്തിക്കുക ചെയ്യരുത്. 20, 30 ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏതിന്റെ കൂടെ ഈ പദമേ ഉള്ളൂ, ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ എന്താണ് വ്യത്യാസം? ഒറ്റ വ്യത്യാസമേ പറഞ്ഞുള്ളൂ. ഇതിന് ജമു മുദക്കർ സാലിമിന്റെ ഇഹ്റാബാണ്. റഫ്ഇന്റെ സമയത്ത് വാവ് ഉണ്ടാവും, നസ്ബിന്റെയും ജറിന്റെ സമയത്ത് യാ ഉണ്ടാവും. ഇശ്റൂൻ, സലാസൂൻ, അർബഈൻ, ഖംസൂൻ എന്ന് പറയും റഫ്ഇന്റെ സമയത്ത്. ഇശ്രീൻ, സലാസീൻ, അർബഈൻ, ഖംസീൻ എന്ന് പറയും നസ്ബിന്റെ സമയത്ത് എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. പിന്നെ നേരത്തെ ആരൊന്ന് ചോദിച്ചു 23, 24, 25 പോലത്തത്, അതൊക്കെ എന്താണ്? ഈ പറഞ്ഞ നമുക്ക് അതത് ഒരുമിച്ച് പറയുന്നത് പറയാണ്ട് വലിയ സംഖ്യകൾ വരുമ്പോൾ അത് അവസാനം വരുന്നുണ്ട്. എന്നാലും പറയാണ്, അത് സലാസിന്റെ നിയമം നമ്മൾ പഠിച്ചല്ലോ, ഇഷ്റൂന്റെ നിയമവും പഠിച്ചല്ലോ. അത് രണ്ടുകൂടി ചേർത്ത് വാവിട്ട് അത്ഫ് ചെയ്തല്ലേ സലാസും ഇഷ്റൂ എന്ന് പറയും മുദക്കറിന്റെ കൂടെ. പിന്നെ മുഅന്നസിന്റെ കൂടെ സലാസത്തും ഇഷ്റൂ എന്ന് പറയും മുദക്കറിന്റെ കൂടെ. കാരണം നമ്മൾ സലാസ, അർബഅ, ഖംസ് പഠിച്ച സമയത്ത് താ ഇല്ലാത്ത രൂപം മുഅന്നസിന്റെ കൂടെയും താ ഉള്ള സലാസത്ത്, അർബഅത്ത് രൂപം മുദക്കറിന്റെ കൂടെയുമാണെന്നല്ലേ. ആ നിയമം തന്നെ എവിടേക്കും വരും, ഒരു വ്യത്യാസവും ഇല്ല. അതിന്റെ കൂടെ ഇഷ്റൂന് ചേർക്കും, ഇഷ്റൂന്റെ നിയമവും വരും. അപ്പൊ സലാസിന്റെ നിയമം പരിഗണിക്കും, ഇഷ്റൂന്റെ നിയമം പരിഗണിച്ച് സലാസുൻ വ ഇഷ്റൂൻ എന്ന് പറയും. അത് എണ്ണുന്നത് പിന്നെ മുദക്കറാണ്, മുഅന്നസാണെങ്കിൽ. സലാസത്തുൻ വ ഇഷ്റൂൻ താവ് കൊടുത്ത് പറയും എണ്ണുന്നത് മുദക്കറാണെങ്കിൽ. സലാസത്തുൻ എന്ന് താവ് വരുന്നത് മുദക്കറിന്റെ കൂടെ ആണല്ലോ, അപ്പൊ മുദക്കറിന്റെ കൂടെ അങ്ങനെ വരും. സലാസത്തുൻ വ ഇഷ്റൂൻ, സലാസുൻ വ ഇഷ്റൂൻ എന്ന് പറയും, എണ്ണുന്നത് മുഅന്നസാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ സലാസുൻ വ ഇഷ്റൂന കുല്ലിയത്തൻ, സലാസുൻ വ ഇഷ്റൂന കുല്ലിയത്തൻ. എന്നാൽ സലാസത്തുൻ വ ഇഷ്റൂന ബൈത്തൻ, സലാസത്തുൻ വ ഇഷ്റൂന ബൈത്തൻ. അത് നസ്ബ് വരുമ്പോ എന്താവും? സലാസൻ വ ഇശ്രീന എന്നാവും, അല്ലെ സലാസത്തൻ വ ഇശ്രീന എന്നാവും. ജെറ് വരുമ്പോഴോ സലാസിൻ വ ഇശ്രീന എന്നാവും, സലാസത്തിൻ വ ഇശ്രീന. കാരണം സലാസക്ക് നമ്മൾ നേരത്തെ പഠിച്ചു കയറാം എന്താ? റഫിന്റെ സമയത്ത് ലമ്മത്ത് കൊണ്ട്, നസ്ബിന്റെ സമയത്ത് ഫത്തഹത്ത് കൊണ്ട്, ജെറിന്റെ സമയത്ത് കസ്റത്ത് കൊണ്ട്. ഇനിയോ ഇശ്രീനക്ക് വാവ് കൊണ്ട് റഫും യാ കൊണ്ട് നസ്ബും ജെറും എന്ന ആ ജമു മുദക്കർ സാലിമിന്റെ ഇറാബ് തന്നെയാണ്. ഇതാണ് എന്താക്കുന്നത്? ഇശ്റൂൻ, സലാസുൻ, അർബഈൻ എന്നുള്ളതല്ല. ഏകദേശം ആയിട്ടുണ്ടാവും. ഇനി അവസാനം ഡൗട്ട് വരുമ്പോ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇനി 100, 200 അങ്ങനെ 300, 400, 500 എന്നുള്ളത് അതിൽ വളരെ എളുപ്പമാണ്. കാരണം അതിൽ ഈ പറഞ്ഞ മാതിരി സ്ത്രീലിംഗ പുല്ലിംഗ മുഅന്നസ് മുദക്കർ എന്ന വ്യത്യാസമില്ല. എല്ലാവർക്കും മിഅത്ത് മിഅത്ത് എന്ന് തന്നെയാണ് പറയാം. മിഅത്ത് അതിൽ മിഅത്തു റജുലിൻ അല്ലെ മിഅത്തു ഇംറഅത്തിൻ, 100 അങ്ങനെ തന്നെയാണ് പറയാം. 100ന്റെ ആദ്യം നോക്കുക, മിഅത്തു റജുലിൻ മിഅത്തു ഇംറഅത്തിൻ. അത് മിഅത്താനാവാം, മിഅത്തീനാവാം. ഇറാബിനനുസരിച്ച് മിഅത്ത് മാറിക്കൊണ്ടിരിക്കും. വേറെ വ്യത്യാസങ്ങളൊന്നും അതിലില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 100, 200, 300 ഇനി 1000 ഒക്കെ പറയുകയാണെങ്കിലും അവിടെയൊക്കെ മഅദൂദ് മുഫ്രദാക്കി ജെറ് ചെയ്യണം എന്ന വ്യത്യാസമല്ലോ. മഅദൂദ് മുഫ്രദാക്കിയിട്ട് ജെറ് ചെയ്യണം. മിഅത്തു റജുലിൻ മിഅത്തി ഇംറഅത്തിൻ, ആ മഅദൂദിന് ജെറ് വരും എന്ന വ്യത്യാസമല്ലാതെ ബാക്കി മിഅത്ത് മുദക്കറാണെങ്കിൽ മുഅന്നസ് ആണെങ്കിൽ മിഅത്താണ്. ഇറാബ് സാധാരണ പോലെ ഇറാബുമാണ്. ഇതാണ് 100. 200 വരുമ്പോൾ മിഅത്താ റജുലിൻ എന്ന് പറയും. മിഅത്താ റജുലിൻ അവിടെയും മുഅന്നസ് മുദക്കർ എന്നതിൽ വ്യത്യാസമില്ല. പക്ഷെ മിഅത്ത എന്ന് പറയുന്ന സമയത്ത് അത് തസ്നിയയുടെ ഏതെല്ലാം കൂടി ഇങ്ങനെ പറയുമ്പോഴായിരിക്കും കൺഫ്യൂഷൻ ആവുന്നു കേട്ടോ. എന്നാലും ഓരോന്ന് എഴുതി വെച്ച് പിന്നെ പഠിക്കേണ്ടതാണ്. അത്യാവശ്യം അറിയുന്നവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അല്ലാത്തവർ ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ട് വീണ്ടും ക്ലാസ് കേട്ടാൽ അല്ലെങ്കിൽ വീണ്ടും ആവർത്തിച്ച് കേൾക്കുമ്പോൾ മനസ്സിലാവും, ക്ലിയർ ആവുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. മിഅത്താ റജുലിൻ അല്ലെ മിഅത്താ ഇംറഅത്തിൻ,
അവിടെ തസ്നിയയുടെ ഏറാബ് കിട്ടും 200. ഈ 2 അങ്ങനെയുള്ള പദങ്ങൾ വരുമ്പോൾ ഈ തസ്നിയ വരുന്നത് 200 അല്ലെ 2000, അവിടെ ഇതേ നിയമം വരിക. തസ്നിയയുടെ ഏറാബ് കിട്ടും എന്ന് പറഞ്ഞാൽ മിഅത്ത എന്ന് പറയുന്നത് റഫിന്റെ സമയത്തും മിഅത്തൈ എന്ന് പറയുന്നത് നസ്ബിന്റെയും ജെറിന്റെയും സമയത്തുമായിരിക്കും. മിഅത്തൈ റജുലിൻ അല്ലെ മിഅത്തൈ ഇംറഅത്ത് എന്ന് പറയും നസ്ബിന്റെയും ജെറിന്റെയും സമയത്ത്. മിഅത്ത റജുലിൻ അല്ലെ മിഅത്ത ഇംറഅത്ത് എന്ന് പറയും റഫിന്റെ സമയത്ത് എന്നുള്ളതാണ് 200. ഇനി 300, 400, 500, 600 എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അവിടെ ശ്രദ്ധിക്കുന്നത് സലാസുമിയത്ത്, അർബൗമിയത്ത്. സലാസത്ത് എന്ന് ഒരിക്കലും വരൂലേ, നിങ്ങൾ മഅദൂദിലേക്ക് ഒന്നും നോക്കണ്ട. സലാസുമിയത്ത് എന്ന പാറ്റേൺ അങ്ങ് പഠിച്ചത്. സലാസുമിയത്ത്, അർബൗമിയത്ത്, ഹംസുമിയത്ത്, സിത്തുമിയത്ത്, അങ്ങനെ അതേപോലെ വരൂ. സലാസിൽ താഴുണ്ടാവില്ല, മിയത്ത് എന്ന് എഴുതും. സലാസക്ക് ഏറാബ് സാധാരണ പോലെ സലാസാനും സലാസീനും സലാസൂന്നും വരും. മിയത്തിന് എപ്പോഴും ജെറായിരിക്കും. മിയത്ത് എന്നുള്ളത് മുദാഫിൻ ഇലൈഹിക്ക് ജെറായിരിക്കും. മഅദൂദ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുഫ്രദാക്കി ജെറ് ചെയ്യണം. അപ്പൊ സലാസു മിഅത്തി റജുലിൻ. ഈ നസ്ബ് വരുമ്പോ സലാസ മിഅത്തി റജുലിൻ, ജെറ് വരുമ്പോ സലാസി മിഅത്തി റജുലിൻ. ഇംറഅത്താണെങ്കിലും സലാസു മിഅത്തി ഇംറഅത്തിൻ, സലാസ മിഅത്തി ഇംറഅത്തിൻ, സലാസി മിഅത്തി ഇംറഅത്തിൻ, അർബഉ മിഅത്തി റജുലിൻ, അർബഅ മിഅത്തി റജുലിൻ, അർബഇ മിഅത്തി റജുലിൻ. അങ്ങനെ ഹംസ്, സിത്ത്, സബ് എല്ലാം അതേപോലെ തന്നെയാണ്. ആ പാറ്റേണിൽ അർബയിൽ ഒരിക്കലും അർബഅത്ത് എന്ന് ഓപ്ഷനിൽ കൊടുത്താൽ എഴുതി വെക്കരുത്. ചിലപ്പോൾ അർബഅത്ത് എന്ന് കൊടുക്കും, എന്നിട്ട് ഓപ്ഷനിൽ റജുൽ അല്ല മഅദൂദ് റജുലായിരിക്കും. അപ്പൊ അതായിരിക്കും ശരിയെന്ന് വിചാരിക്കും. കാരണം എന്താ, റജുൽ മുദക്കർ അല്ലേ, അപ്പൊ അർബഅത്ത് മുഅന്നസ് ആക്കേണ്ടത്. അങ്ങനെ ഇല്ല. അർബഇ മിഅത്ത് എന്ന് പറയുമ്പോൾ അർബഇ മിഅത്ത് എന്ന പാറ്റേണേ ഉള്ളൂ. അവിടെ മാറ്റവും ഇല്ല. ഇതേ വരും. ഏറാബ് അർബഇ, അർബഅ, അർബഇ എന്നുണ്ടാവും. ഏറാബിനനുസരിച്ച് അത് മാറ്റം വരും എന്നേ ഉള്ളൂ. ഇതാണ് 100, 200, 300, 400, 900 വരെയുള്ളതിന് നിയമം. ഇത് ക്ലിയർ ആണോ? നിങ്ങളൊന്ന് അയച്ചോളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അയക്കാലോ. മിഅത്ത് കെസർ എങ്ങനെ വെച്ചാൽ മിഅത്തി എന്നത് മുദാഫിൻ ഇലൈഹി ആയിട്ട് ജറാണെന്ന് അർത്ഥം. ഇതിന്റെ ഏറാബ് വരുന്നത് മുദാഫിൻ ഇലൈഹി ആണ്, അപ്പൊ അത് ജറാണ്. അങ്ങനെ വരും. ആർക്കെങ്കിലും അതിൽ ഡൗട്ട് ഉണ്ടോ? അയക്കാൻ പറ്റിയ ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളൂ. സിത്തുമിയത്ത്, സബുഅമിയത്ത്, സമാനുമിയത്ത് കണ്ടില്ല, ആ രൂപത്തിലേ വരും. ഓക്കെ. ഇനി 1000നും ഇതുപോലെ തന്നെ മഅദൂദിന്റെ വിഷയം കൂടുതൽ പറയണ്ട. മഅദൂദ് ജമ്മാക്കി ജെറ് ചെയ്യുക, മുഫ്രദാക്കി ജെറ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മഅദൂദിന്റെ നിയമം. അവിടെ വ്യത്യാസം എന്താ? അൽഫു റജുലിൻ, അൽഫു റജുലിൻ. അത് അൽഫൂന്നാവാം, അൽഫാന്ന് വരാം, അൽഫീന്ന് വരാം. മിയത്തിൽ പറഞ്ഞതുപോലെ ഇറാബിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാം. അൽഫാ കണ്ടോ, അൽഫാ വരുമ്പോ അത് നേരത്തെ പറഞ്ഞതുപോലെ അൽഫാ റജുലിൻ, അൽഫാ ഇംറഅത്തിൻ. നസ്ബിന്റെയും ജെറിന്റെയും സമയത്ത് അൽഫൈ റജുലിൻ, അൽഫൈ ഇംറഅത്തിൻ. ക്ലിയർ സൗണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടോ? നോക്കണം. എന്റെ വീടൊരു ഗ്രാമപ്രദേശത്തായതുകൊണ്ട് പക്ഷികളെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. അതാണ്. ഓക്കെ, ഉണ്ടാവില്ല. അപ്പം പിന്നെ അൽഫൈ റജുലിൻ, അൽഫൈ ഇംറഅത്തി. അപ്പൊ നസ്ബിന്റെ സമയത്ത് ജെറിന്റെ സമയത്തും അൽഫൈ എന്ന് പറയും, റഫ്ഇന്റെ സമയത്ത് അൽഫ എന്നും പറയും. 2000. ഇനി 3000, 4000 ഇത് മനസ്സിലായോ? 1000, 2000 മനസ്സിലായോ? ഒക്കെയാണ് പറഞ്ഞത്. അൽഫു റജുലി എന്ന് പറയും. അൽഫ് ഇംറഅത്തി, ആണിനും പെണ്ണിനും ഒരുപോലെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ അൽഫിന് എന്ത് ചെയ്യും? ആ ഒരു ഇറാബ് മാറുമെന്നേ ഉള്ളൂ. 2000നും പറഞ്ഞു. അത് രണ്ടും ക്ലിയർ ആണോ? ഓക്കെ, അയച്ചോളൂ. ഓക്കെ ആണെങ്കിൽ ഡൗട്ടിനെ പറഞ്ഞു. ഒന്നുകൂടെ, അൽഫു റജുലിൻ, അൽഫ് എന്നുള്ളത് 1000. അത് അൽഫ് എന്നതിൽ ഒരിക്കലും മാറ്റല്ല. മുഅന്നസ് ആണെങ്കിലും മുദക്കർ ആണെങ്കിലും അൽഫ് എന്ന് തന്നെ. വ്യത്യാസം എന്താ? നേരത്തെ പറഞ്ഞ അൽഫിന് ഇറാബിനനുസരിച്ച് അൽഫിന് മാറും. അൽഫാന്ന് വരും നസ്ബിന്, അൽഫീന്ന് വരും ജെറിന്, അൽഫു എന്ന് വരും റഫിന്റെ സമയത്ത്. ബാക്കി റജുലി ഇംറഅത്ത് എന്നുള്ളത് അങ്ങനെ തന്നെ മുഫ്രദാക്കി ജെറ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അൽഫു റജുലിൻ, അൽഫു ഇംറഅത്തിൻ റഫിന്റെ സമയത്ത്. നസ്ബിന്റെ സമയത്ത് അൽഫ റജുലിൻ, അൽഫ ഇംറഅത്തിൻ. ഇനി ജെറിന്റെ സമയത്ത് അൽഫി റജുലിൻ, അൽഫി ഇംറഅത്തിൻ എന്ന് പറയും. 2000നോ അൽഫ എന്ന് പറയും.
അൽഫാ റജുലിൻ അല്ലെ അൽഫാ ഇംറഅത്തിൻ. അവിടെയും എന്തില്ല, മുഅന്നസ് മുദക്കറിന് മാറ്റല്ല. പിന്നെ എന്താ വ്യത്യാസം ഉള്ളത്? അൽഫാന്ന് പറയുന്നത് റഫ്ഇന്റെ സമയത്താണ്, തസ്നിയുടെ ഇറാബാണ്. അൽഫൈ റജുലിൻ എന്ന് പറയും നസ്ബിന്റെയും ജെറിന്റെയും സമയത്ത് എന്ന വ്യത്യാസം ഇറാബിൽ തന്നെ ഉള്ളൂ. ക്ലിയർ ആണോ? നൂറ് മിഅത്ത് തന്നെ, അൽഫ് പറഞ്ഞതുപോലെ തന്നെ 100 മിഅത്ത്, മിഅത്തു റജുലിൻ, മിഅത്തു ഇംറഅത്തിൻ എന്ന് പറയും. റഫ്ഉം നസ്ബും വരുമ്പോ മിഅത്ത, മിഅത്തി, മിഅത്തു എന്ന് മാറും. ബാക്കിയുള്ളതിന് വിഷയമല്ല. ഇനി 3000, 4000, 5000 പറയുമ്പോഴത് അവിടെ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ നമ്മൾ മിഅത്തിൽ പഠിച്ച ഒരു പാറ്റേൺ ആണ്. അവിടെ സലാസത്ത, നേരത്തെ സലാസു മിഅത്ത, മിഅത്തിന്റെ കൂടെ സലാസു മിഅത്ത്, ഇവിടെ ഉണ്ട് സലാസത്തു ആലാഫ്. അങ്ങനെ ഓർത്ത് വെക്കണേ. അതിന് മുഅന്നസ് ആണെങ്കിലും സലാസത്തു ആലാഫാണ്, മുദക്കർ ആണെങ്കിലും സലാസത്തു ആലാഫാണ്. സലാസത്തു ആലാഫ്, അർബഅത്തു ആലാഫ്, ഖംസത്തു ആലാഫ്, സിത്തത്തു ആലാഫ്, സബ്അത്തു ആലാഫ് എന്ന് പറയും. ഇവിടെയും സലാസത്തു എന്ന് പറയും റഫ്ഇന്റെ സമയത്ത്. നസ്ബാവുമ്പോ സലാസത്ത അല്ലെങ്കിൽ സലാസത്തി. സലാസത്തു ആലാഫി റജുലിൻ, സലാസത്ത ആലാഫി റജുലിൻ, സലാസത്തി ആലാഫി റജുലിൻ എന്ന് മാറ്റി. ഒരു ആലാഫിൽ ഇറാബ് മാറൂല. റജുല് മുഫ്രദാക്കി ജെറ് ചെയ്യും. മുഅന്നസ് ആണെങ്കിലും മുദക്കർ ആണെങ്കിലും ഒക്കെ ഒരുപോലെ തന്നെയാണ്. സലാസത്ത അർബഅത്ത, ആ സ്ഥലത്ത് സലാസത്തു അർബഅത്തു അല്ലെ സലാസത്തി അർബഅത്തി എന്ന റഫ്ഇ, നസ്ബ്, ജെറ് എന്നിവയ്ക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്ന്. ഇതാണ് 1000ന്റെ നിയമം. അതാണ് ഖംസത്തു ആലാഫ് റജുൽ, സിത്തത്തു ആലാഫ് റജുൽ, സബ്അത്തു ആലാഫ് റജുൽ, സമാനിയത്തു ആലാഫ് റജുൽ എന്നുള്ളത് തിസ്അത്ത് വരെ പറയുന്നത്. ഇത്രയുമാണ് 1000 വരെ ഉള്ളത്. ഏകദേശം എണ്ണം കഴിഞ്ഞു. അപ്പൊ 1, 2 എങ്ങനെയുള്ളതെന്ന് പറഞ്ഞു. പിന്നെ 3 മുതൽ 10 വരെ വരുന്ന രൂപം പറഞ്ഞു. 11, 12 മൂന്നാമതായിട്ട് പറഞ്ഞു. 13 മുതൽ 19 വരെയുള്ള നാലാമതായിട്ട് പറഞ്ഞു. 20, 30, 40 വരുന്നത് അഞ്ചാമതായിട്ട് പറഞ്ഞു. 100, 200 ആറാമതായിട്ട് പറഞ്ഞു. 1000, 2000 ഏഴാമതായിട്ട് പറഞ്ഞു. ഇങ്ങനെ 7 കാറ്റഗറി ആക്കി തിരിച്ചുകൊണ്ടാണ് അതത് മാറ്റത് പറഞ്ഞിട്ടുള്ളത്. ഇനി അവസാനിക്കാണ്, ചോദ്യം ചോദിക്കാനുള്ള സമയം തരും. എനിക്ക് 1-2 കാര്യങ്ങൾ. നിങ്ങൾ 1945 പറയാന്നൊക്കെ പറയുന്നു. ഇതൊക്കെ നിങ്ങളെ കൊണ്ട് ഞാൻ പറയുന്നു, അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി വരെ എങ്ങനെ വരുന്നത്? ഇനി മറ്റൊരു നിയമക്കൂട്ടത്തിൽ എന്ന് പറയാണ്, എണ്ണപ്പെടുന്ന വസ്തുവിൽ മുദക്കറും മുഅന്നസും ഉണ്ട്. രണ്ടും പറയുന്നുണ്ട്. വിദ്യാർത്ഥികളും 25 വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും എന്ന് പറയാം. അപ്പൊ നമ്മൾ ഏതിനെ പരിഗണിക്കും? 25 എന്ന് പറയുമ്പോൾ നമ്മളെ നിയമം അനുസരിച്ച് മുദക്കർ ആണെങ്കിൽ പിന്നെ ഹംസത്തും വ ഇശ്റൂ എന്ന് പറയണം. മുഅന്നസ് ആണെങ്കിൽ ഹംസുൻ വ ഇശ്റൂ എന്നും പറയണം. ഏതിനെ പരിഗണിക്കും? അതാണ് അവിടെ എന്താ ആദ്യം പറയുന്നതിനെ പരിഗണിക്കുക. നമ്മൾ വിദ്യാർത്ഥി എന്ന് പറഞ്ഞിട്ടാണ് വിദ്യാർത്ഥിനി എന്ന് പറയുന്നതെങ്കിൽ വിദ്യാർത്ഥി എന്നതിനെ പരിഗണിച്ചുകൊണ്ട് ഹംസത്തുൻ എന്ന് പറയണം. ആദ്യം വിദ്യാർത്ഥിനിയാണ് പറയുന്നതെങ്കിൽ വിദ്യാർത്ഥിനിയെ പരിഗണിച്ചുകൊണ്ട് ഹംസുൻ എന്നും പറയണം. അതാണ് സാഫറ ഹംസത്തു റിജാലി വനിസായി, 5 സ്ത്രീകളും പുരുഷന്മാരും യാത്ര പോയതാണ്. അപ്പൊ അവിടെ ഹംസത്ത് എന്ന ഒന്നാമത്തെ സ്ഥലത്ത് വന്നത്, ഹംസ് എന്നാണ് രണ്ടാമത്തെ സ്ഥലത്ത് വന്നത്. മഅദൂദിൽ ആരുണ്ട്? റിജാൽ എന്ന മുദക്കറുണ്ട്, നിസ എന്ന മുഅന്നസ് ഉണ്ട്. അവിടെ എന്ത് പരിഗണിച്ചു? റിജാൽ എന്നുള്ളതാണല്ലോ ആദ്യം പറഞ്ഞത് ഒന്നാമത്തേൽ. അപ്പൊ റിജാലിനെ പരിഗണിച്ചുകൊണ്ട് ഹംസത്ത് എന്ന് പറയാം. രണ്ടാമത്തെ നിസാഇനെയാണല്ലോ പരിഗണിച്ചത്. അപ്പൊ നിസാഇനെ പരിഗണിക്കുമ്പോൾ ഹംസ് എന്നല്ലേ നമ്മൾ 3 മുതൽ 10 വരെ പറയുന്ന സമയത്ത് അവിടെ പറഞ്ഞത് അങ്ങനെയാണ്. മുദക്കർ ആണെങ്കിൽ ഹംസത്ത് എന്ന് താവുള്ള രൂപവും മുഅന്നസ് ആണെങ്കിൽ ഹംസ് എന്ന താ ഇല്ലാത്ത രൂപവും പറയണമെന്ന് ആ രൂപം പരിഗണിച്ചുകൊണ്ട് പറയണം. ആദ്യം പറയുന്നത് ഏതാണോ അത് പരിഗണിച്ചുകൊണ്ട് പറയണം എന്നുള്ളതാണ് അതത് ഇസ്തിമാലായിട്ട് മുദക്കറും മുഅന്നസും ഒരുമിച്ച് കൊണ്ട് വന്നാലുള്ള നിയമം. ഇത് ഒരു നിയമമാണ്. പരീക്ഷയ്ക്ക് അങ്ങനെ വന്നോളോ എന്നാലും വരാനും സാധ്യത ഉള്ളത് കൊണ്ട് മനസ്സിലാക്കണം പറഞ്ഞതാണ്. ഇനി അതതുകള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണഗതിയിൽ അതത് പറയുമ്പോൾ നമ്മൾ 1996 എന്ന് പറയുമ്പോൾ 1946 ചോദിച്ചല്ലോ പറയുമ്പോൾ 2 രൂപത്തിൽ അതത് പറയാമെന്നാണ് അതതിന്റെ നിയമം. അൽഫ തിസ്ഉമിയ എന്നിട്ട് സിത്തും തിസ്ഈൻ എന്നെന്ത് പറയാം. അൽഫ ആദ്യം പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു രൂപം. ഇനി നമ്മൾ സാധാരണ അറബി പറയുമ്പോൾ സിത്ത് എന്ന് പറഞ്ഞിട്ട് സിത്തും വ തിസ്ഊൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് അങ്ങോട്ടും വലത്തുനിന്ന് ഇടത്തോട്ടും ഇടത്തുനിന്ന് വലത്തോട്ടും അതത് പറയാമെന്നാണ് അതതിന്റെ നിയമം.
എന്നാൽ സാധാരണഗതിയിൽ മോഡേൺ അറബിക്കിലൊക്കെ ഉപയോഗിക്കുന്ന ശൈലി എന്നുള്ളത് അൽഫ് വ തിസ്ഉമിയ എന്ന് പറഞ്ഞ അൽഫ് ആദ്യം പറഞ്ഞ് അല്ലെ സിത്തുമിയ അല്ലെ തിസ്ഉമിയ ഏതാണോ അതാ പറഞ്ഞ് പിന്നീട് സിത്തുംബ തിസ്ഊൻ എന്ന് പറയുന്ന രൂപമാണ് സാധാരണ മോഡേൺ അറബിക്കിൽ ഉപയോഗിക്കൽ. എന്നാൽ തിരിച്ചു പറഞ്ഞാലും തെറ്റല്ല. ഇനി അങ്ങനെ പറയുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതാണ്, ഒരു 1996 കിതാബ് എന്നാണ് ഇപ്പൊ ഞാനിവിടെ എഴുതിയത് കിതാബ്. അപ്പൊ സിത്തത്തുൻ വ തിസ്ഊന വ തിസ്ഉമിഅത്തിൻ വ അൽഫി കിതാബിൻ, അൽഫു കിതാബിൻ. ഇവിടെ ശ്രദ്ധിച്ചങ്ങള് ഇത് റഫ്ഇന്റെ സമയത്ത് വന്നതിന് ഉദാഹരണമാണ്. സിത്തത്തുൻ കിതാബ് മുദക്കറായതുകൊണ്ട് സിത്തത്തുൻ എന്ന് മുഅന്നസാക്കി പറഞ്ഞു, താഴ് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഓരോന്ന് വാവിട്ട് പറയുമ്പോൾ അത്ഫാണ്. അപ്പൊ ഓരോന്നിനും നിയമം പരിഗണിക്കും. ഇവിടെ സിത്തത്ത് എന്നതുണ്ട്, തിസ്ഊൻ ഉണ്ട്, തിസ്ഉമി ഉണ്ട്, അൽഫ് ഉണ്ട്. 4 കാര്യങ്ങൾ ചേർന്നതാണ് 1996. 6 എന്നതുണ്ട്, 90 എന്നുള്ളതുണ്ട്, പിന്നെ 900 എന്നുള്ളതുണ്ട്, പിന്നെ 1000 എന്നുള്ളതുണ്ട്. ഈ 4ന്റെ നിയമം ചേർത്ത് വെച്ച് അങ്ങ് പറയാം. അപ്പൊ സിത്തത്ത് എന്ന് പറഞ്ഞ് കിതാബ് മുദക്കറായതുകൊണ്ട് തിസ്ഊനിൽ മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. തിസ്ഊനിൽ മാറ്റല്ല, തിസ്ഊൻ എന്ന് പറയും. തിസ്ഉമിഅത്തിലും മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഏറാബ് മാത്രം തിസ്ഊൽ മാറുന്ന, തിസ്ഉമിഅത്തിലും മാറ്റല്ല, അൽഫിലും മാറ്റല്ല. അപ്പൊ അവിടെ ഒന്നും മാറ്റങ്ങളില്ല. സിത്തത്തിന് താഴ് കൊടുക്കുകയും ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, കിതാബിൻ എന്നുള്ളത് എങ്ങനെ പറയണം എന്നുള്ളതാണ്. പിന്നെ അവസാനം പറയുന്നത് ഏതാണോ അതനുസരിച്ചുകൊണ്ട് കിതാബിനെ പറയാം. ഇവിടെ അൽഫാണ് ഒന്നാമത്തേൽ അവസാനം. അൽഫ് വന്നു കഴിഞ്ഞാൽ മുഫ്രദാക്കി ജെറ് ചെയ്യേണ്ടത് കൊണ്ട് അൽഫു കിതാബിൻ. അപ്പൊ സിത്തത്തും വ തിസ്ഊന വ തിസ്ഉമിഅത്തിൻ വ അൽഫു കിതാബിൻ എന്നാണ് 6 ആദ്യം പറഞ്ഞുകൊണ്ട് പറയുകയാണെങ്കിൽ. ഇത് റഫ്ഇന്റെ സമയത്താണ്. നസ്ബ് ആണെങ്കിലോ സിത്തത്തൻ വ തിസ്ഈന വ തിസ്അമിഅത്തിൻ വ അൽഫ കിതാബിൻ. മാറ്റങ്ങളല്ലേ, സിത്തത്തിൽ നസ്ബ് വരും, തിസ്ഊനക്ക് യാവ് കൊണ്ടാണ്, അപ്പൊ തിസ്ഈന എന്നാവും. തിസ്ഉമിഅത്തിൽ തിസ്ഇൽ മാറ്റം വരും, മിഅത്തല്ലേ മാറാത്തത്, അപ്പൊ തിസ്ആ എന്ന് പറയും. അൽഫിലും മാറ്റം വരും. ജറാണെങ്കിലോ സിത്തത്തിൻ വ തിസ്ഈന വ തിസ്ഇമിഅത്തിൻ വ അൽഫി കിതാബിൻ. സിത്തത്തിൻ വ തിസ്ഈന വ തിസ്ഇമിഅത്തിൻ വ അൽഫി കിതാബ് എന്ന് പറയും ജറിന്റെ സമയത്ത്. ഇനി അൽഫ് ആദ്യം പറഞ്ഞു സാധാരണ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണെങ്കിൽ ഫ്രണ്ടിലേക്ക് അൽഫുൻ വ തിസ്ഉമിഅത്തിൻ വ സിത്തത്തും വ തിസ്ഊന, അവിടെയൊക്കെ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ നിയമങ്ങൾ. അൽഫ് അങ്ങനെ തന്നെയാണ്, തിസ്മിയത്ത് അങ്ങനെയാണ്. സിത്തത്തുനിലെ കിതാബ് ആയതുകൊണ്ട് സിത്തത്തുൻ ആയത്, അത് കിതാബ് അല്ലാതെ മുഅന്നസാണ്, സിത്തുൻ എന്നാ പറയാ, തിസ്ഊൻ. അപ്പൊ അവസാനം വന്ന തിസ്ഊൻ എന്നതിനെ പരിഗണിച്ചുകൊണ്ട് ആ കിതാബ് പറയാം. തിസ്ഊൻ എന്നത് പരിഗണിച്ചാൽ മുഫ്രദാക്കി നസ്ബ് ചെയ്യണമെന്നാണ്. അപ്പൊ തിസ്ഊന കിതാബ് എന്ന് പറയും. ഇത് റഫ്ഇന്റെ സമയത്താണ്. നസ്ബ് ആണെങ്കിൽ അൽഫൻ വ തിസ്അമിഅത്തിൻ വ സിത്തത്തൻ വ തിസ്ഈന കിതാബൻ. ജറാണെങ്കിൽ അൽഫിൻ വ തിസ്ഇമിഅത്തിൻ വ സിത്തത്തിൻ വ തിസ്ഈന കിതാബൻ. അപ്പൊ ആ രൂപത്തിൽ എന്താക്കണം, അൽഫ് വ തിസ്ഉമിഅ വ സിത്തത്തുൻ വ തിസ്ഊന എന്ന രൂപത്തിൽ പറയണം. 4 എണ്ണം ചേർന്നുകൊണ്ടാവുന്നത്. 4ന്റെ നിയമം അങ്ങ് പരിഗണിച്ച് അപ്ലൈ ചെയ്യുക. അവസാനം വരുന്നത് ഒന്നായിട്ട് പറയുമ്പോൾ പേടിക്കണ്ട. കാരണം നമ്മൾ പഠിച്ച നേരത്തെ നിയമങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഇത് എളുപ്പമാണ്. കാരണം നേരത്തെ പഠിച്ച 90, 20, 30, 40 നിയമം എന്താണ്, അത് പരിഗണിക്കണം. 90 3 മുതൽ 10 വരെയുള്ള നിയമം പരിഗണിക്കണം. സിത്തത്തില് 1000 നിയമം പരിഗണിക്കണം. അൽഫില് പിന്നെ 90 നിയമം പരിഗണിക്കണം. തിസ്ഊനില് 900 നിയമം പരിഗണിക്കണം. തിസ്ഉമിയത്തില് ഓരോന്നിനുള്ള നിയമം പരിഗണിച്ചുകൊണ്ട് ചേർത്ത് അങ്ങ് പറയാം. പിന്നെ അവസാനം വരുന്നതിന് അവസാനം പറഞ്ഞ വാക്ക് ഏതാണോ തിസ്ഊന പറഞ്ഞതുകൊണ്ട് കിതാബൻ എന്നുള്ള അതിന്റെ ഇറാബ് അനുസരിച്ച് കൊടുക്കുകയും ചെയ്യണം എന്നേ ഉള്ളൂ. ഇതാണ് വലിയ സംഖ്യകൾ എണ്ണുമ്പോൾ ഉള്ളത്. സ്ലൈഡ് നല്ലോണം നോക്കി നിങ്ങൾ മനസ്സിലാക്കി. ഒന്ന് സ്ലൈഡിലേക്ക് നല്ലോണം നോക്കും. എന്നിട്ട് നിങ്ങളൊന്ന് പഠിച്ച നിയമം 3 മുതൽ 10 വരെയുള്ള നിയമം 6, 90 നിയമം 20, 30, 40 പഠിച്ച നിയമം 90, 100, 200, 900 പഠിച്ച നിയമം അവിടെ, 1000 പഠിച്ച നിയമം അവിടെ, ഇതേപോലെ വരും. ഇനി കിതാബ് മാറിയൊരു ത്വാവിലത്താണെങ്കിലോ അൽഫുൻ അവിടെ മാറ്റം വരൂല, തിസ്ഉമിയത്തിൻ അവിടെയും മാറ്റം വരൂല, സിത്തുന്നായി മാറും. സിത്തത്ത് മാറും, സിത്തുൻ വ തിസ്ഊന ത്വാവിലത്തന്നാവും. അത്രേ ഉള്ളൂ. കാരണം 1000 മുഫ്രദ് മുഅന്നസിൽ മാറ്റില്ല എന്ന് പഠിച്ചിട്ടുണ്ട്. 100, 200, 300 മുഫ്രദ് മുഅന്നസിൽ മാറ്റില്ല എന്ന് പഠിച്ചിട്ടുണ്ട്. 20, 30, 40 അതിൽ മുഫ്രദ് മുഅന്നസിന് മാറ്റല്ല. മുഫ്രദ് മുഅന്നസിന് മാറ്റം വരുന്ന ഇവിടെ ഏത് മാത്രമേ ഉള്ളൂ, കൂട്ടത്തിൽ സിത്തത്തുള്ള പദം മാത്രമേ ഉള്ളൂ. അവിടെ മാത്രം മാറ്റിയാൽ മതി, ബാക്കിയുള്ള എഴുത്തിൽ മാറൂല. വലിയ പ്രയാസം ഇല്ല എന്നർത്ഥം. ശ്രദ്ധിച്ചാൽ
ഇനി 13, 14, 15 ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെയും മാറും. ഇനി കുറച്ച് ഖുർആനിലെ ഉദാഹരണങ്ങൾ പറയില്ല, ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക അവിടെ വന്ന നിയമം. ഇലാഹും വാഹിദ്, വാഹിദ് വന്നതിന് ഉദാഹരണമാണ് വാഹിദ്. ഇലാഹ് മുദക്കർ ആയതുകൊണ്ട് വാഹിദ് എന്ന് വന്നു. സൈഹത്തുൻ എന്നത് മുഅന്നസ് ആയതുകൊണ്ട് വാഹിദത്ത് എന്ന് വന്നു. ഈ സിത്തത്തി അയ്യാം, യൗമ് എന്നത് മുദക്കറാണ്. അപ്പൊ സിത്തത്ത് എന്ന് 3 മുതൽ 10 വരെയുള്ള നിയമമാണ്. അപ്പൊ അത് ജമ്മാക്കണം, താഴ് കൊടുത്തു വരാൻ സിത്തത്ത് എന്ന് പറഞ്ഞു. യൗമിനെ ജമ്മാക്കി ജെറ് ചെയ്യണം. അപ്പൊ സിത്തത്തി അയ്യാമിൻ. പിന്നെ ഫി വന്നത് കൊണ്ടാണ് സിത്തത്തി, അതിന് സാധാരണ ഇറാബ് കിടക്കുകയും ഫി സിത്തത്തി അയ്യാമിൻ എന്ന് പറഞ്ഞു. വലക്കതാത്തൈന മൂസ തിസ് ആയാത്ത്, കണ്ടോ ആയത്ത് മുഅന്നസ് ആണ്. ആയത്ത് മുഅന്നസ് ആയതുകൊണ്ട് തിസ് എന്ന് താ ഇല്ലാത്ത രൂപം പറഞ്ഞു. ആയാത്ത് എന്ന് ജമ്മാക്കി ജെറ് ചെയ്തു. തിസ് എന്ന് പിന്നെ ഇറാബിൽ നെസ്ബ ആയതുകൊണ്ട് മഫ്ഊൽ ആയതുകൊണ്ട് നെസ്ബ് കിട്ടുകയും ചെയ്തു. വലക്കതാത്തൈന മൂസ തിസ് ആയാത്തിൻ ബയ്യിനാത്ത്. ഇത്ആമു അശറത്തി മസാക്കീൻ, മിസ്കീൻ എന്നത് മുദക്കറാണ്. മിസ്കീൻ എന്നത് മുദക്കർ ആയതുകൊണ്ട് അശറത്ത് എന്ന് താ ഉള്ള രൂപം പറഞ്ഞു. അത് മുദാഫിൻ ഇലൈഹി ആയതുകൊണ്ട് അശറത്തി എന്ന് ജെറ് കിട്ടി. മസാക്കീൻ എന്ന് ജമ്മാക്കി ജെറ് ചെയ്തു. പക്ഷെ മസാക്കീൻ എന്നത് മംനൂ മിന സർഫാണ്, നമുക്കറിയാം. അത് മുൻതഹൽ ജമ്മ ആയതുകൊണ്ട് മംനൂ മിന സർഫ് എന്ന നിയമം ഉള്ളത് കൊണ്ട് മസാക്കീന എന്ന് ഫതഹത്ത് കൊണ്ട് ജെറ് കിട്ടി എന്നേ ഉള്ളൂ. ഇത്ആമു അശറത്തി മസാക്കീൻ എന്നാണ്. ഫഅ്തു ബി അശ്രി സുവരി, കണ്ടോ സൂറത്ത് മുഅന്നസ് ആണ്, സൂറത്തിന് ജമ്മാണ് സുവർ. സൂറത്ത് എന്നുള്ളത് മുഅന്നസ് ആയതുകൊണ്ട് അശ്ർ മുദക്കറാക്കിയിട്ട് പറഞ്ഞു, താ ഇല്ലാത്ത രൂപം പറഞ്ഞു. അവിടെ സുവർ എന്നതിനെ സൂറത്തിന് ജമ്മാക്കി ജെറ് ചെയ്തു. ബി വന്നതുകൊണ്ട് അശ്രി എന്നും പറഞ്ഞു. ബാക്കിയുള്ള നിയമങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പെട്ടെന്ന്. യാ അബതി ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ, കണ്ടോ കൗക്കബ് എന്നത് മുദക്കറാണ്. അപ്പൊ അഹദ അശറ എന്നതേ ഉള്ളൂ 11ന്റെ കൂടെ ഉപയോഗിക്കുന്നത്. അഹദ അശറ മുഅന്നസ് ആണെങ്കിൽ ഇഹ്ദാ അശറത്ത എന്ന് പറയാൻ വേറെ രൂപമല്ല. ഇത് മുദക്കർ ആയതുകൊണ്ട് അഹദ അശറ. ആടെ പിന്നെ ഏറാബ് എങ്ങനെ വന്നാലും അഹദ അശറ എന്നുള്ളത് മബനിയുമാണ്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി ഇസ്നാ അശറ ശഹറൻ, ആണോ ഇസ്നാ അശറ ശഹറൻ. ഷഹർ എന്നുള്ളത് മുദക്കറാണ്. മുദക്കറിന്റെ കൂടെ ഇസ്നാ അശറ എന്നും മുഅന്നസിന്റെ കൂടെ ഇസ്നത്താ അശറത്ത എന്നുമാണ് ഉപയോഗിക്കാൻ നമ്മൾ പറഞ്ഞത്. ഇസ്നാ അശറ എന്ന് മുദക്കർ ആയതുകൊണ്ട് ഉപയോഗിച്ചു. ഇവിടെ റഫ് ആണ്, കാരണം ഇന്നയുടെ ഖബറാണ്. ഇന്നയുടെ ഖബറിന് റഫ് ആണ്. റഫിന്റെ സമയത്ത് ഇസ്ന എന്ന് വന്നു, അല്ലെ ഇസ്നന്ന് വരുമായിരുന്നു. അത്രേ വ്യത്യാസമുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അവിടെ ഇസ്നൈ അഷറ നക്കീബ്, നക്കീബ് മുദക്കറാണ്. അപ്പൊ അവിടെയും നേരത്തെ വന്നതുപോലെ ഇസ്ന അഷറ എന്ന പാറ്റേൺ തന്നെയാണ് വന്നത് മുദക്കർ ആയതുകൊണ്ട്. പിന്നെ ഇസ്നൈ എന്ന് മാറി, എന്തുകൊണ്ട്? നെസ്ബിന്റെ സമയത്ത് വന്നതുകൊണ്ട് അത് യാ കൊണ്ട് നെസ്ബ് കിട്ടി എന്ന വ്യത്യാസമേ ഉള്ളൂ, ഒരേപോലെ തന്നെയാണ്. ഉണ്ടോ ഐൻ എന്നത് മുഅന്നസ് ആണ്. ഐൻ എന്നത് മുഅന്നസ് ആയതുകൊണ്ട് ഇസ്നത്താ അശറത്ത എന്ന് കൊടുത്തു പറഞ്ഞു. തിസ്ഉം വ തിസ്ഊന നൈജ, കാരണം നൈജത്ത് എന്നുള്ളത് മുഅന്നസ് ആണ്. അപ്പൊ തിസ്ഉം വ തിസ്ഊ എന്ന് പറയുമ്പം തിസ്ഇ എന്നതും വ തിസ്ഊൻ രണ്ടെണ്ണം ചേർന്നാണ് വന്നത്. 9ഉം 90ഉം. അപ്പൊ 9ന്റെ നിയമം എന്താണോ അത് 9ൽ പരിഗണിക്കണം. 90ന്റെ നിയമം എന്താണോ 90ൽ പരിഗണിക്കണം. അവിടെ ഇന്ന ഹാദ അഹി ലഹു തിസ്ഉൻ, ലഹു എന്ന ജാറു മജ്റൂർ ഖബർ മുഖദ്ദമാണ്. അതിന്റെ മുബ്തദ മുഅഖർ ആയിട്ടാണ് തിസ്ഉ വന്നത്. ആ മുബ്തദക്ക് റഫ് ആണല്ലോ. അപ്പൊ തിസ്ഉൻ എന്ന് റഫ് കിട്ടി. തിസ്ഊൻ എന്നതിന്റെ നിയമം നമ്മൾ പഠിച്ചത് വാവ് കൊണ്ടാണ് റഫ്, അവിടെ റഫ് കിട്ടി. നൈജത്ത് മുഅന്നസ് ആയതുകൊണ്ട് തിസ്ഇ എന്നേ പറയാവൂ, തിസ്അത്ത് എന്ന് പറയൂല. തിസ്ഊൻ എന്നത് മുഅന്നസ് മുദക്കറിന് മാറുകയില്ല എന്ന് പറഞ്ഞു. ആ രണ്ട് നിയമം ചേർത്തിയിട്ട് തിസ്ഉൻ വ തിസ്ഊന എന്ന് പറഞ്ഞു. അത് എണ്ണുന്നത് മുഅന്നസ് അല്ല മുദക്കർ ആയിരുന്നെങ്കിൽ തിസ്അത്തുൻ വ തിസ്ഊന എന്നാവുന്നേ ഉള്ളൂ. ഇനി ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ. ഓക്കെ, ഇത്രയുമാണുള്ളത്. ഏകദേശം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ പെട്ടെന്നൊരു പേപ്പറും പേനയും എടുക്കാം, കയ്യിലുണ്ടെങ്കിൽ. ഒരു പേപ്പറും പേനയും പെട്ടെന്ന് എടുക്കാം. താഴെ കാണുന്ന നിങ്ങളൊന്ന് അറബിയിലേക്ക് ആക്കുക. എന്നിട്ട് അതിന്റെ ആൻസർ ഞാൻ കാണിച്ചു തരും. വാക്കുകൾ കിട്ടാത്തതിന്റെ ചോദിക്കാം. ആ സ്ലൈഡ് ഫുൾ ആക്കിയോ ടീച്ചറെ? അത്ര അതെ, അടുത്ത് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഒരുപാട് സമയം ഉണ്ടാവും.
ഒരു 5 മിനിറ്റ് സമയം തരാം. വാങ്ങിയെന്നുള്ള ഇഷ്തറയാണ്, ഞാൻ വാങ്ങി ഇഷ്തറയിത്തു. അപ്പൊ ഇഷ്തറയിത്തു 4 പുസ്തകം എന്നാണ്, പുസ്തകം കിതാബാണ്, ജമ്മു കുത്തുബ് എന്നാണ്. 4 വെച്ചുകൊണ്ട് നിങ്ങൾ എഴുതണം, 11 വെച്ചുകൊണ്ട് എഴുതണം. നിങ്ങൾ ഇതിലെ ടൈപ്പ് ചെയ്യണ്ട, നിങ്ങൾ പേപ്പറിൽ എഴുതിയാൽ മതി, ഇതെല്ലാവരും കണ്ടു. നിങ്ങൾ സ്വന്തമായി ഇത് വിലയിരുത്താൻ വേണ്ടിയാണ്. ഇത് എനിക്ക് വേണ്ടിയില്ല, ഞാൻ വേറെ ചോദ്യം വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് നിങ്ങളെ വിലയിരുത്താൻ വേണ്ടിയാണ്. നിങ്ങളൊരു പേപ്പർ എടുത്ത് ഇതിന്റെ കംപ്ലീറ്റ് അറബി നിങ്ങൾ എഴുതുക. 1 2 3 4 5 6 7 8 9 10 എണ്ണം ഉണ്ട്. ഇതിന്റെ 10 കൂടി വേറെ ഉണ്ട്. ഇതിൽ ടൈപ്പ് ചെയ്ത് അയക്കണ്ടാന്ന്. മുബാറക്ക, സ്വന്തമായിട്ട് നിങ്ങൾ എഴുതുക. എന്നിട്ട് ആൻസർ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി എത്ര എണ്ണം ശരിയായിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ടത്, ഇറാബ് നോക്കേണ്ടതിൽ ഇറാബ് നോക്കണം. മുഅന്നസ് മുദക്കർ നോക്കേണ്ടതിൽ എല്ലാത്തിലും ഒരുപോലെ അല്ലല്ലോ. 4ലും 11ലും 12ലും 16ലും ഒക്കെ ഒരുപോലെ ആയിക്കൂല. ചിലതിലും അഭിനയ ആയിക്കും, അതിൽ ഇറാബ് വ്യത്യാസം ഉണ്ടാവില്ല. നിങ്ങൾ ഹർക്കത്ത് ഇട്ടുകൊണ്ട് എഴുതിയും വേണം. ഹർക്കത്ത് ഇട്ടുകൊണ്ട് എഴുതണം, എന്നാലേ നിങ്ങൾ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ശരിയാണോ എന്നുള്ളത്. അപ്പൊ ഇസ്തറയത്തു നിങ്ങൾ അർബഅനോ അർബഈനോ അർബഊനോ അത് ഹർക്കത്ത് ഇട്ടുകൊണ്ട് തന്നെ എഴുതണം, എന്നിട്ട് വിലയിരുത്തണം. എല്ലാ സെന്റൻസിലും ഇസ്തറയത്തു എന്ന് എഴുതണമെന്നില്ല. ഇസ്തറയത്തു ഒന്നങ്ങ് എഴുതിയിട്ട് ബാക്കി നിങ്ങളെ മാത്രം എഴുതിയാൽ മതി, വേഗം പോകാലോ. ഇസ്തറയത്തു അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഇറാബും കൂടി ശ്രദ്ധിക്കാനാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തമ്പയക്കണേ. ഓക്കെ, ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത സ്ലൈഡിലാക്കാം. അതുപോലെ പോട്ടെ, ഫുൾ ആയിക്കോട്ടെ സാറേ. അതേ സാധനം അത് കഴിഞ്ഞു. മറ്റു 10 എണ്ണാണ്. എന്റെ അടുക്കൽ 4 പേപ്പർ ഉണ്ട്. എന്റെ അടുക്കൽ ഹിന്ദി എന്നാണ് ഇത്, ഹിന്ദി. വറക്ക് അല്ലെ, വറക്കത്ത്, വറക്കാത്ത് അല്ലെ, വറക്ക് ഔറാക്ക്.
വറക്കത്ത് ശ്രദ്ധിക്കണേ, കാരണം വറക്കത്ത് ഔറാക്ക് അല്ലെ വറക്കാത്ത് എന്നൊക്കെ ജമ്മുണ്ട്, ഏത് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ വറക്കത്ത് മുഅന്നസാണ്. വറക്കത്ത് എന്നാണ് വേണ്ടത്. അതൊക്കെ ഔറാക്കുന്നോ വറക്കാത്തുന്നോ ഒക്കെ ജമ്മുണ്ട്, ഏത് ജമ്മു നമുക്ക് ഉപയോഗിക്കാം ജമ്മു വേണ്ട സ്ഥലത്ത്, അല്ലെങ്കിൽ വറക്കത്തുനിന്ന്. കഴിഞ്ഞെങ്കിൽ ഒന്ന് തമ്പ് തരണേ. ഹിന്ദി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയാ മതി. അവിടൊക്കെ ഹർക്കത്തിലാണേ, പ്രത്യേകിച്ച് അതതിലും മഴതൂതിലും ഹർക്കത്തിട്ട്. കഴിഞ്ഞില്ലേ ഏകദേശം? നിങ്ങൾ ചെയ്യേണ്ടത് 20 എണ്ണാണ് ഇവിടെ ഉള്ളത്. നിങ്ങളത് 20 എണ്ണങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. ഓരോന്നും ടിക്ക് ചെയ്യുക, ഓരോന്നിനും ഓരോ മാർക്ക് കൊടുക്കാം. എത്ര 20 കിട്ടും നോക്കാനാണ്. ഒന്നാമത് വന്നത്, ഞാൻ 4 പുസ്തകം വാങ്ങി എന്നുള്ളത് ഇസ്തറയത്തു അർബഅത്ത കുതുബിൻ എന്നാണ് പറയാം. കാരണം കിതാബ് എന്നുള്ളത് മുദക്കറാണ്, അപ്പൊ അർബഅത്ത് പറയണം. ഇസ്തറയത്തു എന്നതിന് മഫ്ഊൽ ആയതുകൊണ്ട് അർബഅത്ത എന്ന് വരും നസ്ബായിട്ട്, കുതുബിൻ എന്ന് ജമ്മാക്കി ചെറു ചെയ്യുമ്പോൾ ഇസ്തറയത്തു അർബഅത്ത കുതുബിൻ എന്ന് എഴുതിയവർ ഒരു മാർക്ക് കൊടുക്കാം. അടുത്തത് ഇസ്തറയത്തു അഹദ അശറ കിതാബൻ എന്നാ പറയാ, 11 പുസ്തകം വാങ്ങി. അഹദ അശറക്ക് ഇറാബിൽ മാറ്റം ഉണ്ടാവില്ല, അബിനിയാണ്. കിതാബ് എന്നുള്ളത് മുഫ്രദാക്കി നസ്ബ് ചെയ്യണം. കിതാബ് മുദക്കർ ആയതുകൊണ്ട് അഹദ അശറ എന്നാണ്, മുഅന്നസ് ആയതെങ്കിൽ ഇഹ്ദ അശറത്ത് വേണ്ടതാണ്. കഴിഞ്ഞു. ഇസ്തറയത്തു ഇസ്നൈ അശറ കിതാബൻ, 12 നസ്ബിന്റെ സമയമായതുകൊണ്ട് ഇസ്നൈ അശറ കിതാബൻ എന്നാണ് പറയുക. ഓരോ നോക്കിയിട്ട് ടിക്ക് ചെയ്യാം. ഇസ്തറയത്തു സിത്തത്ത് അശറ കിതാബൻ, സിത്തത്ത് അശറ കിതാബൻ, കിതാബൻ എന്ന് അവിടൊക്കെ മുഫ്രദാക്കി നസ്ബ് ചെയ്യണം. കിതാബും മുദക്കർ ആയതുകൊണ്ടാണ് സിത്തത്ത അശറ, സിത്തയിൽ താഴുണ്ട്, അശറയിൽ താഴില്ലാത്ത രൂപം. മുഅന്നസ് ആയിരുന്നെങ്കിൽ സിത്ത അശറത്ത എന്നുമാണ് വരിക എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. ഇസ്തറയത്തു ഹംസത്തൻ വ ഇശ്രീന കിതാബൻ, അവിടെ ഹംസത്തൻ എന്ന് പറയും, വ ഇശ്രീന എന്നും പറയും. കാരണം ഇശ്രീനക്ക് ജമ്മു മുദക്കർ സാലിമിന്റെ ഇറാബാണ്. നസ്ബിന്റെ എവിടെ തൻവീൻ ഇല്ലാതെ ഹംസത്തൻ എന്നോ, ഹംസത്തൻ എന്ന് തൻവീൻ ഇല്ലാതെ പറയൂല, തൻവീൻ നിർബന്ധമാണ് ഹംസത്തൻ. കാരണം ഹംസത്ത അർബഅത്ത കുതുബി എന്ന് പറയുന്നത് മുദാഫിന്റെ ശേഷം വന്നുകൊണ്ടാണ് തൻവീൻ പോണത്. ഹംസത്തൻ എന്ന് മാത്രം പറയുമ്പോൾ തൻവീനോട് കൂടി ഹംസത്തൻ വ ഇശ്രീന കിതാബൻ എന്നാണ് വരിക. ഓക്കെ. ആറാമത്തത് ഇസ്തറയത്തു അർബഈന കിതാബൻ, അർബഈനക്ക് ജമ്മു മുദക്കർ സാലിമിന്റെ ഇറാബാണ്, യാ കൊടുത്തു, മറ്റേത് മുഫ്രദാക്കി നസ്ബ് ചെയ്തു. അർബഈന കിതാബൻ. ഇസ്തറയത്തു മിഅത്തൻ വ സലാസീന കിതാബൻ, ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട, നേരത്തെ ഞാൻ പറഞ്ഞ 2 രൂപത്തിൽ കേട്ടോ, മിഅത്തൻ വ സലാസീന കിതാബൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ കോമൺലി ഉപയോഗിക്കുന്നത്, മിഅത്തൻ വ സലാസീന. ഇനി ഒരാൾ ആദ്യം സലാസീന പറഞ്ഞ് എഴുതിയ ഒരാളുണ്ടെങ്കിൽ ഇസ്തറയത്തു സലാസീന വ മിഅത്ത കിതാബിൻ ആക്കേണ്ടി വരും. അപ്പൊ കിതാബിൻ മുഫ്രദാക്കി ജെറ് ചെയ്യും. പക്ഷെ സാധാരണഗതിയിൽ പറയുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞതാണ് മിഅത്തൻ വ സലാസീന കിതാബൻ. ഇസ്തറയത്തു മിഅത്തൈ കിതാബിൻ, 200 എന്ന് പറയുമ്പോൾ മിഅത്തൈ പിന്നെ എന്താക്കും, തസ്നിയയുടെ ഇറാബ് കിട്ടും. മിഅത്തൈ കിതാബിൻ എന്നത് മുഫ്രദാക്കി ജെറ് ചെയ്യും. ഇസ്തറയത്തു മിഅത്തൈനി വ ഹംസത്ത അശറ കിതാബൻ, 215 എന്നുള്ളത് ഇസ്തറയത്തു മിഅത്തൈനി വ ഹംസത്ത അശറ കിതാബൻ എന്നാണ് പറയുക. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
ഒരാൾ ആദ്യം 15 പറയുന്നുണ്ടെങ്കിൽ ആ നിയമം പാലിക്കണം എന്നേ ഉള്ളൂ. ബാക്കി ഇതുപോലെ തന്നെ മിഅത്തൈനി വ ഹംസത അശറ കിതാബ്. അവിടെ മിഅത്തൈന്റെ നിയമം പരിഗണിക്കണം, ഹംസത അശറിന്റെ നിയമം പരിഗണിക്കണം. അടുത്ത എളുപ്പമാണ്. ഇഷ്തറൈത്തു അൽഫ കിതാബിൻ, അൽഫിന് അൽഫ് തന്നെ നെസ്ബായത് നെസ്ബ് കിട്ടിയുണ്ട് അൽഫ കിതാബിൻ എന്നാണ്. ഇതാണ് 10 എണ്ണത്തിന്റെ ആൻസർ. ഇനി ബാക്കി 10 കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇന്ദി അർബൗ ഔറാക്കിൻ, ഇന്ദി അർബൗ ഔറാക്കിൻ. അവിടെ വറക്കത്ത് എന്നത് മുഅന്നസാണ്, അതുകൊണ്ട് അർബ എന്ന് മുദക്കറാക്കി തായില്ലാതെ പറഞ്ഞു. അതിന് ജമ്മ് ഔറാക്ക് എന്ന്. ഇന്ദി അർബഉ ഔറാക്കിൻ. അർബഇന്റെ ഇറാബ് എപ്പോഴും ഇവിടെ വരിക ഇന്ദി എന്നത് ഖബർ മുഖദ്ദമാണ്, അതിനെ മുബത്തദയായിട്ടാണ് വരുന്നത്. അപ്പൊ അർബഉ എന്ന് കൊടുത്തു. അർബഉ ഔറാഖ് എന്ന് ജമ്മാക്കി ജെറ് ചെയ്യുകയും ചെയ്തു. ഇന്ദി ഇഹ്ദാ അശറത്ത വറക്കത്ത്. കണ്ടോ, അവിടെ വറക്കത്ത് വന്നപ്പോൾ ഇഹ്ദാ അശറത്ത എന്നായി മാറി. ഇഹ്ദാ അശറബിന് ഇറാബ് മാറൂലല്ലോ. ഇഹ്ദാ അശറത്ത വറക്കത്ത്. അടുത്തത് ഇന്ദി ഇസ്നത്താ അശറത്ത വറക്കത്ത്. അവിടെ ഇസ്നത്താ അശറത്ത 12 ഇസ്നത്താ അശറത്ത എന്നാണ് പറയാം മുഅന്നസിന്റെ കൂടെ. റഫ് ആയതുകൊണ്ട് ഇസ്നത്താ അശറത്ത. നെസ്ബോ ജറോ ആയിരുന്നെങ്കിൽ ഇസ്നത്തൈ അശറത്ത എന്നാവും. വറക്കത്തൻ എന്നത് മുഫ്രദാക്കി നെസ്ബോ. ഇന്ദി സിത്ത അശറത്ത വറക്കത്തൻ. കണ്ടോ, സിത്ത അശറ വറക്കത്ത് മുഅന്നസ് ആയതുകൊണ്ട് സിത്തയിൽ താഴില്ല, അശറയിൽ താഴുണ്ട്. പക്ഷെ മബിനി ആയതുകൊണ്ട് അവിടെ ഒന്നും മാറൂല. സിത്ത അശറത്ത റഫ് ആണ് സംഭവം മഹല്ലില്. എന്നാലും ശരി പറയുമ്പോൾ സിത്ത അശറത്ത എന്ന് ഫത്തഹിന്റെ മേൽ മബിനിയായിട്ട് വരും. അപ്പൊ ഇന്ദി സിത്ത അശറത്ത വറക്കത്തൻ. ഹിന്ദി ഹംസും വൈസുനും വറക്കത്തൻ 25. ഹംസുൻ എന്നതിന് നിയമം അവരെ പരിഗണിക്കും. അല്ലല്ല, വറക്കത്തിന് ജമ്മ ഔറാക്കെന്നും വറക്കാത്തെന്നും വരുന്നു. രണ്ടും വറക്കത്തിന് ജമ്മല്ല. ഇന്ത്യ ഹംസും വൈഷറൂന വറക്കത്തൻ. അവിടെ ഹംസുൻ വൈഷറൂന എന്നുള്ള ഹംസിന്റെ നിയമം പരിഗണിച്ചു. കാരണം വറക്കത്ത് മുഅന്നസ് ആയതുകൊണ്ട് ഹംസ് തായില്ലാത്ത രൂപം. ഇഷ്റൂനക്ക് അതിന്റെ നിയമവും 2 നിയമം പരിഗണിച്ചുകൊണ്ട് ഹംസും വൈഷറൂന വറക്കത്തൻ എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ ഓർമ്മിക്കുകയാണ്, അത്ഫ് ചെയ്തതിന് വാ 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 എന്ന് വരുന്ന എത്ര ഉണ്ടോ ആ ഓരോന്നിനും ഓരോ നിയമങ്ങൾ തന്നെ പരിഗണിച്ചുകൊണ്ട് ഒരുമിച്ചാക്കണം. ഇനി ഇന്ത്യ അർബഊന വറക്കത്തൻ. കണ്ടോ, അർബഊന വറക്കത്തൻ വാവ് കൊണ്ട് റഫ് ചെയ്തു. പിന്നെ വറക്കത്തൻ എന്നത് മുഫ്രദാക്കി നസ്ബ് ചെയ്തു. ഇന്ത്യ മിഅത്തും വസലാസൂന വറക്കത്തൻ. 130 മിഅത്തുൻ വസലാസൂന. അവിടെ 100ന്റെ നിയമം മിഅത്തിന് മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ്. സലാസൂനക്ക് റഫ് വാവ് കൊണ്ട് വന്നു. മിഅത്തുൻ വസലാസൂന വറക്കത്തൻ. ഇവിടെയും തിരിച്ചൊരാൾ പറഞ്ഞാൽ ഇന്ത്യ സലാസൂന വ മിഅത്തു വറക്കത്തി എന്ന് പറയണം. അത് സാധാരണ ഇതിൽ ഇങ്ങനെയാണ് പറയല്. എന്നാലും പരീക്ഷയ്ക്ക് അങ്ങനെയും വന്നാൽ ശ്രദ്ധിക്കണം. ഇന്ത്യ മിഅത്താ വറക്കത്തിൻ. 200 മിഅത്താ. അത് വറക്കത്തായതുകൊണ്ട് മിഅത്താന്ന് തന്നെ മാറ്റൊന്നുമില്ല. മുഅന്നസ് മുദക്കർ മിഅത്താ എന്നാണ്. റഫിന്റെ സമയത്തായതുകൊണ്ട് അലിഫ് വന്നു. മിഅത്താ വറക്കത്തിൻ എന്ന് പറഞ്ഞു. ഇന്ത്യ മിഅത്താനി വ ഹംസ അശറത്ത വറക്കത്തുണ്ട്. 215 ഇന്ത്യ മിഅത്താനി. പിന്നെ വറക്കത്ത് മുഅന്നസ് ആയതുകൊണ്ട് ഹംസ അശറത്ത. ഹംസയിൽ താ ഇല്ല, അശറയിൽ താ ഉണ്ട്. അപ്പൊ മിഅത്താനി വ ഹംസ അശറത്ത. ഹംസ അശറ മബിനി ആയതുകൊണ്ട് അങ്ങനെ തന്നെ മിഅത്താനിക്ക് അലിഫുണ്ട് റഫും. ഇന്ത്യ മിഅത്താനി വ ഹംസ അശറത്ത വറക്കത്തൻ. ഇന്ത്യ അൽഫു വറക്കത്തിൻ. 1000 അൽഫു തന്നെ. റഫ് വരുന്നാലും വേറെ മാറ്റമൊന്നുമില്ല. മുഅന്നസും മുദക്കറും ഒക്കെ അൽഫ് തന്നെയാണ്. ഈ 20ൽ ഒന്ന് നിങ്ങൾ അയച്ചോളൂ. എത്ര ശരിയാക്കിക്കുന്നത് നിങ്ങളെ ശരിയാക്കിയത് മാത്രം. 20 ആണ് 20ൽ 20 അയക്കുക. 19 ആണ് 19, 18 ആണ് 18, 18 മാഷാ അല്ലാഹ്, 19, 20, 20. വെരി ഗുഡ്. ഇത് 20ഉം ശരിയാക്കിയാൽ അത്രയും കിട്ടിയ ഒരാളുകളെ സംബന്ധിച്ച് അതത് മഅദൂദ് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കുറഞ്ഞു വരുന്ന ആളുകൾ ഒന്നും കൂടി കേട്ട് പഠിക്കുക എന്നതാണ്. എന്നാൽ വളരെ എളുപ്പമാണ്. അതത് വിശാലമായി കിടക്കുന്ന ഏരിയ അല്ല, ഉള്ളത് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. മാഷാ അല്ലാഹ്, കുറെ ആളുകൾക്ക് 20ഉം 19ഉം ഒക്കെ കിട്ടിയിട്ടുണ്ട്. 20. ഓക്കെ, എന്നാ ഇനി നമ്മൾ ആ ചോദ്യത്തിലേക്ക് കൂടി കിടക്കുക. പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ സ്ലൈഡ് മാറ്റുമ്പോൾ ശ്രദ്ധിക്കണേ. ഒന്നധികം ഞെങ്ങിപ്പോയാൽ ആൻസർ കൂടി വരും ടീച്ചറെ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഒന്നുകൂടി. ഓക്കെ, സ്റ്റോപ്പ്. ഒന്നുകൂടി ആൻസർ അയച്ചോളൂ നിങ്ങൾ. ഇത് നിങ്ങൾ അയക്കാണ് വേണ്ടത്. ആൻസർ അയച്ചോളൂ, ഞാൻ നോക്കും. ബിയും സിയും ഒക്കെ വരുന്നുണ്ട്. എ
ഓക്കെ, ബി സിക്ക് ധാരാളം ആൾക്കാരുണ്ട്. ഓക്കെ, നമുക്ക് ഓപ്ഷൻ നോക്കാം. ടീച്ചർ ഒന്ന് ആക്കിക്കോളൂ, അപ്പോൾ ആൻസർ വരും. അല്ല, ഒന്നുകൂടി പോട്ടെ, താഴോട്ട് പോട്ടെ. ആൻസർ വന്നില്ല. ഒന്ന് ബേക്കടിക്ക് ടീച്ചറെ. പോട്ടെ, ആൻസർ വരാൻ നമുക്ക് പറയാലോ, വന്നില്ലെങ്കിലും വേണ്ട, അങ്ങനെ തന്നെ മതി, കുഴപ്പമില്ല. സാർ ചിലപ്പോ അവസാനമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അറിയില്ല, ആയിക്കോട്ടെ, കുഴപ്പമില്ല, നമുക്ക് പറയാം, പ്രശ്നമില്ല. ഓക്കെ, അതായത് ശരിയായത് മൂന്നാമത്തെ ഓപ്ഷനാണ്. എന്തുകൊണ്ടാണ് പല ആളുകൾ ബി പറഞ്ഞു? നമ്മൾ പരീക്ഷയ്ക്ക് എപ്പോഴും വരുന്നത് ഒരു അതതിന്റെ നിയമം മാത്രം ചേർത്തിട്ടായിക്കൂല, വേറെ ഏതെങ്കിലും നിയമങ്ങളും കൂടി നമ്മൾ നെഹ്വിലത്തെ ചേർത്തിട്ടായിരിക്കും വരിക പലപ്പോഴും. എന്തുകൊണ്ടാണ്? നിങ്ങൾ പറഞ്ഞ ആളുകൾ വളരെ ശരിയായിട്ടാണ് പറഞ്ഞത്. പലരും ബി പറഞ്ഞവരൊക്കെ ജമ്മാക്കി ജെറി ചെയ്യുക എന്ന നിയമമാണല്ലോ നമ്മൾ പഠിച്ചത് 3 മുതൽ 10 വരെ. ആ നിയമം ശരി തന്നെയാണ്. പക്ഷെ ഇവിടെ അമാക്കിൻ എന്നതാണ്. അമാക്കിൻ എന്നത് ജമ്മാണല്ലോ, അത് മുൻതഹൽ ജമ്മാണ്. നമ്മൾ മംനൂ മിന സർഫിലെ കൂടെ പഠിക്കുന്നതാണ്. മംനൂ മിന സർഫിന് ഫതഹത്ത് കൊണ്ടാണ് ജെറ് കിട്ടുക. അപ്പൊ അവിടാണ് പ്രശ്നം. ആ നിയമം കൂടി ചേർത്തിയത് കൊണ്ട് ഫി സലാസത്തി അമാക്കിന എന്നുള്ള മൂന്നാമത്തതാണ് ശരിയായത്. അപ്പോ ബി പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്, അവർ അതതിന്റെ നിയമം മനസ്സിലാക്കിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ആ നിയമം മാത്രമല്ല, ഇതേപോലത്തെയുള്ള ഫതഹത്ത് കൊണ്ട് ജെറ് ചെയ്യുന്ന മംനൂ മിന സർഫ് പ്രത്യേകം ശ്രദ്ധിക്കുക. മംനൂ മിന സർഫിന്റെ ഇറാബ് ചേർത്തുകൊണ്ട് പലപ്പോഴും പരീക്ഷയ്ക്ക് വരാറുണ്ട്. ആ ഓപ്ഷൻ തെറ്റി പോവാറുമുണ്ട്. അപ്പൊ ശരിയായത് സി ആണ്, 3 അമാക്കിന. ഓക്കെ, ഇനി അടുത്ത് പിടിച്ചു. ഇനി ഇന്തി അയച്ചോളൂ. ഇന്തി കലമൻ ആണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. മാഷാ അല്ലാഹ്, അത് സ്പീഡിൽ എല്ലാവരും അയക്കുന്നുണ്ട്. ആരാ സിയും ബിയും ഒക്കെ അയച്ചു വരുന്നുണ്ടല്ലോ. ഓക്കെ, നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അഹദ അഷറത്ത എന്നൊരു പാറ്റേൺ ഇല്ല. ഇഹ്ദ അഷറ എന്ന മൂന്നാമത്തെ പാറ്റേണും ഇല്ല. 1ഉം 3ഉം ഓൾറെഡി നമുക്ക് തല്ല. പിന്നെ ആരാ സി ഒക്കെ അയക്കുന്നത്? അങ്ങനെ വരൂല. ഇഹ്ദ അഷറ എന്ന് പറഞ്ഞത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ 2 പാറ്റേണാണ് പഠിച്ചത്. അഹദ അഷറ രണ്ടാമത്തെ, ഇഹ്ദ അഷറത്ത നാലാമത്തെ. അപ്പൊ ആദ്യം ഒഴിവാക്കിയാൽ ആൻസർ കണ്ടെത്താൻ എളുപ്പമാണ്. അപ്പൊ 2ഓ 4ഓ ശരി വരും, 1ഉം 3ഉം തെറ്റാണ്. അങ്ങനെ ഒരു പാറ്റേൺ തന്നെ ഇല്ല. ഇനി നമ്മൾ നോക്കേണ്ടത് വന്ന പദം മുഅന്നസാണോ മുദക്കറാണോ? വന്ന പദം കലം എന്നത് മുദക്കറാണ്. അപ്പൊ അഹദാശറ എന്ന് രണ്ടാമത്താണ് ശരിയാവുക. മുഅന്നസ് ആയിരുന്നെങ്കിൽ ഇഹ്ദാശറത്ത എന്ന നാലാമത്തതും. അപ്പം 1ഉം 3ഉം പറഞ്ഞ ആളുകൾ ശ്രദ്ധിക്കുക, അവർക്ക് 11ഉം 12ഉം 11 മനസ്സിലായിട്ടില്ല. 11 ഒരിക്കലും അഹദാശറ എന്നോ ഇഹ്ദാശറത്ത എന്നതോ അല്ലാതെ വരില്ല. നിങ്ങളെ സിസ്റ്റത്തിലേക്ക് ആക്കി വന്ന മിസ്റ്റേക്ക് അല്ലേ അത്, പോട്ടെ. ലതാ ഫാത്തിമ കിതാബ് എന്ന ഡാഷ് കിതാബ് എന്ന ഫാത്തിമയുടെ അടുക്കൽ എത്ര കിതാബ് ഉണ്ട്? ആ PDF ആക്കിയാൽ മതി തിരിച്ചറിയണമെങ്കിൽ, എന്നാ പിന്നെ ആ പ്രശ്നം വരില്ല. ഞാൻ ഇതിൽ കൂടെ PDF കൂടി അയച്ചു തന്നില്ലേ, എന്നാ പിന്നെ അത് ക്ലിയർ ആയിട്ട് കിട്ടുമല്ലോ. സ്ക്രീന് പോയോ ടീച്ചറെ? നോക്കട്ടെ. നോക്കട്ടെ.
സ്ക്രീന് കാണുന്നുണ്ടോ? സ്ക്രീന് കാണുന്നുണ്ടോ? ഹലോ, സ്ക്രീന് കാണുന്നുണ്ടോ? ഓക്കെ, എന്നാൽ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം. കാണുന്നുണ്ടല്ലേ? ഓക്കെ. ലദാ ഫാത്തിമത ഡാഷ് കിതാബ് 1320 കിതാബ് ഉണ്ട് എന്നാ. ഓക്കെ, ഇതിൽ ശരിയായ ആൻസർ ലദാ ഫാത്തിമത്ത കിതാബൻ എന്നാണ് അല്ലേ? അപ്പൊ കിതാബ് പറയുമ്പോൾ എന്ത് പറയണം? അൽഫ് സലാസിമിയത്തിൽ എപ്പോഴും അൽഫിൽ ഒരു മാറ്റം ഉണ്ടാവില്ല, സലാസിമിയത്തിലും മാറ്റം ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞതാണ് സലാസിമിയത്ത് എപ്പോഴും സലാസിമിയാന്നേ വരൂ, സലാസത്ത് എന്ന് വരൂല, സലാസുമിയ. അപ്പം ഓൾറെഡി നമുക്ക് എന്ത് തട്ടാം? 2ഉം 4ഉം കളയാം. പിന്നെ ഉള്ളത് 1ഉം 3ഉമാണ് സലാസുമിയത്ത് വരുന്നത്. അവിടെ ലദാ ഫാത്തിമന്റെ അടുക്കൽ ഉണ്ട് എന്നാണ്. അപ്പൊ ശേഷം വരുന്നത് മുബത്തതയാണ്. അപ്പോ ശരിയായത് മൂന്നാമത്തതാണ്, ലദാ ഫാത്തിമ അൽഫുൻ വ സലാസുമിഅത്തിൻ വ ഇശ്റൂന കിതാബൻ. കാരണം ഇശ്റൂന എന്ന് വരുമ്പോ റഫിന്റെ സമയത്താണ്, ഇശ്രീന എന്ന് വരുന്നത് നസ്ബിന്റെയും ജെറിന്റെയും സമയത്താണ്. അപ്പൊ ശരിയായത് മൂന്നാമത്തെ അൽഫുൻ വ സലാസുമിയത്തിൻ വ ഇശ്റൂന കിതാബൻ എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് 4. അയച്ചോളൂ. ഓക്കെ, നമുക്ക് ഒരുപാട് സമയം തരാനില്ല. ഇസ്തറ മുഹമ്മദ് വാങ്ങി. ത്വാവിലത്താണ് വന്നത്. ത്വാവിലത്ത് മുഅന്നസ് ആണ്. മുഅന്നസ് വരുമ്പം ഇസ്നത്ത അശറത്ത എന്ന പാറ്റേണാ ഉള്ളത്. ഇസ്നത്ത അശറത്ത എന്നുള്ളത് 4മത്തത് തെറ്റാണ്. ഇപ്പൊ ഇസ്നൈ വന്നു. 3മത്തതിൽ ഇസ്നൈ അശറയാണ്, താ ഇല്ല. 3ഉം 4ഉം തെറ്റാണ്. ഇനി ഇസ്നത്ത അശറത്താന്നോ ഇസ്നത്തൈ അശറത്താന്നോ ഏതാണ് വരിക? ഇസ്തറ എന്നത് ഫീലാണ്, ശേഷം ഫായിലുണ്ട്, മഫ്ഊലിന്റെ സ്ഥാനത്താണ്. ഇപ്പൊ നസ്ബിന്റെ സമയത്ത് വരുമ്പോൾ തസ്നിയയുടെ ഇറാബ് ആയതുകൊണ്ട് യാ കൊടുത്തുകൊണ്ട് പറയണം. ശരിയായത് ഇസ്തറ മുഹമ്മദുൻ ഇസ്നത്തൈ അശറത്ത ത്വാവിലത്തൻ എന്ന 2മത്തതാണ്. ഓക്കെ, ഇനി 5. ടീച്ചർ നിങ്ങൾ വന്നാ പറയണേ, നിങ്ങൾ ഷെയർ ചെയ്താൽ ഒന്നൊരു സൗകര്യമാണ് പറയാൻ. 5 വുലിത്തു ഫി ആം. ആം എന്നത് മുദക്കറാണ്, സനത്താണെങ്കിൽ മുഅന്നസ് ആയിട്ടാണ്. അപ്പൊ ആം വെച്ചുകൊണ്ടൊന്ന് ശ്രദ്ധിക്കാം. ഇവിടെ അൽഫുണ്ട്, തിസ്ഉമിയത്തുണ്ട്, സബ് ഉണ്ട്, 4 ഉണ്ട്. 4നും അൽഫിന് എത്ര മാറ്റം വരുമോ? തിസ്ഇമിയത്തിന്റെ മാറ്റം എന്താണ്? സബിന് മാറ്റം ഉണ്ടോ? തിസ്ഇനക്ക് മാറ്റം എന്താണ്? ഇത് നോക്കിക്കൊണ്ട് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ഓക്കെ, ശരിയായത് ആരൊക്കെ വായിച്ചത് തന്നെയാണ്, 3മത്തെ തന്നെയാണ്. കാരണം എന്ത് നോക്കിയാൽ മതി? ഇവിടെ ആമാണ് പറഞ്ഞത്, മുദക്കറാണ്. മുദക്കർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സബ്അത്തിൽ മാറ്റം വരും. മുദക്കറിന്റെ കൂടെ സബ്അത്ത് താ ഉള്ളതല്ല ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇവിടെ സബ്അത്ത് താ ഉള്ള ഒറ്റന്നേ വന്നിട്ടുള്ളൂ, 3മത്തതാണ് ശരിയായത്. ഉലിത്തു ഫി ആം അൽഫിൻ വതിസ്ഇമിയത്തിൻ വസബ്അത്തിൻ വതിസ്ഈന എന്നാണ് പറയേണ്ടത്. ശരിയായത് 3മത്തതാണ്. 6.
റഅയ്തു ഫിൽ മക്തബത്തി 354 ഡാഷ്. ഓക്കെ, ഇവിടെ പിന്നെ 354 പറഞ്ഞത്. 354 പറയുമ്പോൾ നമ്മൾ അവസാനം വന്നിട്ടുള്ള ഹംസീൻ, സലാസുമിയ ഒന്ന്, അർബഅത്ത് മറ്റൊന്ന്, ഹംസീൻ മൂന്നെണ്ണം വന്നല്ലോ. അതിൽ അവസാനം വന്ന ഹംസീനെ പരിഗണിച്ചുകൊണ്ടാണ് ശേഷമുള്ളത് പറയേണ്ടത്. അപ്പൊ ശേഷമുള്ളതിനെ മുഫ്രദാക്കി നസ്ബ് ചെയ്യേണ്ടത് കൊണ്ട് രണ്ടാമത്തെ കിതാബൻ എന്നുള്ളതാണ് ശരിയായത്. ബാക്കിയൊക്കെ തെറ്റാണ്. 7 233 ലേഖനങ്ങൾ ഞാൻ എഴുതിയെന്നാണ്. അവിടെ 3 എണ്ണം ചേർന്നുകൊണ്ടാണ് അവിടെ മിഹത്താനുണ്ട്, സലാസ് ഉണ്ട്, സലാസൂൻ ഉണ്ട്. ഓരോ സ്ഥലത്തിലും വരേണ്ട നിയമങ്ങൾ പരിഗണിക്കാം. അതോടൊപ്പം ഇറാബും നോക്കാം. ഇതാരാ ഒരു പ്രസന്റേഷൻ വന്നത്? ടീച്ചറാണോ? ടീച്ചറിങ് പ്രസന്റേഷൻ ഓക്കെ ആക്കിയോ? ഓക്കെ, നിങ്ങളെ PDF കൊടുത്താലും ക്ലിയർ ആവട്ടോ. ഇതാകുമ്പോഴാണ് കുറച്ച് പ്രശ്നം വരുന്നത്. അവനൊരു PDF കൂടി അയച്ചു തന്നില്ലായിരുന്നോ? പിന്നെ ടീച്ചറെ വന്നില്ലേ? PDF ഫയൽ കയ്യിലില്ല ടീച്ചറെ? ഞാൻ കൊടുത്തിരുന്നു, കുട്ടികളുടെ കൊടുത്തിരുന്നു. ആണോ? അതൊന്ന് ഷെയർ ചെയ്താൽ മതി. എന്നാ പിന്നെ ഈ ഇത് സിസ്റ്റം മാറുമ്പോ വരുന്ന മിസ്റ്റേക്ക് ആണ്, ആനിമേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ PDF ഫോമിന് ഞാൻ PDF കൂടി ആക്കിയത്. അത് ഷെയർ ചെയ്ത കൃത്യം ഞാനിപ്പം ചെയ്ത് PDF ആയിരുന്നു. അപ്പൊ അത് ചെയ്താൽ ക്ലിയർ ആയിട്ട് കാണും. ഈ പ്രശ്നം ആൻസർ വരില്ല എന്നേ ഉള്ളൂ, കാണാൻ കഴിയും. ഓക്കെ. അവര് നോക്കുന്നുണ്ട് PDF എന്നാ പറയുന്നില്ലേ? എന്നാലും ഷെയർ ചെയ്യാൻ കഴിഞ്ഞാല് ചെയ്യാം. ഇപ്പൊ ക്ലിയർ അല്ലേ? ഓ ക്ലിയർ ആണ്. താഴെ നോക്കിക്കോളൂ. പോട്ടെ അടുത്ത് അതിന്റെ അടുത്ത് അത് തന്നെ അല്ല, അതായത് ഇതല്ലേ? തൊട്ട് മുമ്പത്തെ ഏതായിരുന്നു? ആ കഴിഞ്ഞു. 7 തന്നെ. ഓക്കെ, 7ാമത്തെ. അപ്പൊ റിസാലയാണ് നമുക്കിനി കതബ്തു. ഇനി അതാണ്. അപ്പൊ അവിടെ
സിസാലത്ത് എന്നുള്ളത് മുഅന്നസ് ആയതുകൊണ്ട് സലാസത്തുകളിൽ മാറ്റം വരും. അപ്പൊ എളുപ്പമാണ്. സലാസത്തൻ എന്ന് വന്നിട്ടുള്ളത് നാലാമത്തതിൽ മാത്രമാണ്. അപ്പം സോറി, സലാസൻ എന്ന് വരണം. അപ്പൊ സലാസൻ എന്ന് വന്നിട്ടുള്ളത് മൂന്നാമത്തതാണ് ശരിയായത്. കാരണം കതബ്തു ഞാൻ എഴുതി എന്ന നെസ്ബ് വരേണ്ടതാണ്. അപ്പൊ ഏറാബ് കൂടി വരുന്ന സമയത്ത് ബാക്കി അവസാനത്തത് ഓൾറെഡി തള്ളി, കാരണം സലാസത്ത് എന്ന് അതെന്തായാലും വരൂല. ബാക്കി മൂന്നിനും സലാസ് വന്നെങ്കിലും മിഅത്തൈനി വസലാസൻ കതബ്തു ഞാൻ എഴുതി. അപ്പൊ മിഅത്തൈനി പിന്നെ വസലാസൻ വസലാസീന എന്നുള്ള മൂന്നാമത്തെ ഇതാണ് ശരിയായ ആൻസർ. കാരണം നെസ്ബ് വരണം, അതോടൊപ്പം സലാസയിൽ താ ഉണ്ടാവുകയും ചെയ്യരുത്. ഏതെങ്കിലും ഒന്ന് നോക്കിയാൽ തന്നെ ചിലപ്പം പെട്ടെന്ന് കിട്ടും. ഓക്കെ, അടുത്തത് 8ാമത് സോറി. വലഹു ഡേഷ് മുഅല്ലഫ. അയച്ചോളും. ഓക്കെ, എയും സിയുമാണ് വന്നത്. ഒരു കാര്യം ഞാൻ ഒന്നുകൂടി പറയാണ്. വലഹു എന്നുള്ളതിന് ശേഷം വരുന്നത് റഫ് ആണ്. അത് വെച്ചുകൊണ്ടാണ് പല ആളുകളും എ പറയുന്നത്. മുഅല്ലഫത്ത് എന്നത് മുഅന്നസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? സലാസിൽ താ ഇല്ലാത്ത അഷറയിൽ താ ഉള്ള രൂപമാണ് വേണ്ടത്. അപ്പൊ 2ഉം 4 ഓൾറെഡി തള്ളി. 1 3 ശരിയാവേണ്ടത്. 1 സലാസു അഷറത്താന്നും 3 സലാസ അഷറത്താന്നുമാണ്. 1 പറഞ്ഞവർ ഇറാബ് നോക്കി. പക്ഷെ ഞാനൊരു കണ്ടീഷൻ കൂടി അവിടെ പറഞ്ഞിരുന്നു. 11 മുതൽ 19 വരെ മബ്നിയാണ്, ഒരിക്കലും മാറൂല. അപ്പൊ സലാസു എന്ന് ഒരിക്കലും വരൂല. ശരിയായത് വലഹു സലാസ അശറത്ത മുഅല്ലഫത്തൻ എന്നുള്ളതാണ്. അപ്പൊ അതും കൂടി ശ്രദ്ധിക്കണം. അവര് ഐഡന്റിഫൈ ചെയ്തെടുത്തു മുഅന്നസിന്റെ കൂടെ ഏതാണ് വരിക എന്നുള്ളത്. പക്ഷെ ഇറാബിൽ അവർക്ക് തെറ്റി. മബ്നി ആയതുകൊണ്ട് സലാസ അശറത്ത എന്നുള്ള മൂന്നാമത്തതാണ്. ഓക്കെ, ചോദ്യങ്ങൾ നോട്ട് ചെയ്തേക്കണേ. ചോദ്യത്തിൽ ഡൗട്ടിന്റെ അവസാനം ചോദിക്കാം. ഓക്കെ, 9ാമത്തത്. മറർത്തു ബി ഡേഷ് റിജാലിൻ. ചോദ്യം അയക്കുന്നതിന് മുമ്പ് ആൻസർ വരുന്നുണ്ട്. അത്രയും ഓക്കെ. മറർത്തു ബി സബ്അത്തി റിജാലിൻ എന്നാണ് പറയാ. റജുല് മുദക്കറാണ്. അപ്പൊ താ ഉള്ളത് വേണം. അപ്പൊ 3 4 ഓൾറെഡി തള്ളി. പിന്നെ ബി വന്നു കഴിഞ്ഞാൽ ഇറാബ് ജറാണെന്നുള്ള അറിയാലോ. അപ്പൊ മറർത്തു ബി സബ്അത്തി റിജാലിൻ എന്ന 2ാമത്തതാണ് ശരിയാണ്. അടുത്തത് ഇന്ദ ഹാമിദിൻ കാറൂറത്തൻ. 12 12 ബോട്ടിൽ നിന്നാണ്. ഓക്കെ, ഡി ആണ് അധികം ആൾക്കളും പറഞ്ഞ്. 1 2 ആള് ബി പറഞ്ഞിട്ടുണ്ട്. ഇന്ദ ഹാമിദിൻ എന്നത് ഇറാബ് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് തെറ്റിപ്പോയത്. അത് ഖബർ മുഖദ്ദമാണ്, മുബത്തദയാണ്. അപ്പൊ റഫിന്റെ സ്ഥാനത്താണ് ശേഷം വരിക. ഇസ്നത്താ അശറത്ത കാറൂറത്തിന് 4ാമത്തതാണ് ശരി. 3ാമത്തത് നെസ്ബിന്റെയോ ജെറിന്റെയോ സ്ഥലത്ത് വന്നാലാണ്. ഇപ്പൊ ഇസ്തറൈത്തു എന്നൊക്കെ ആയിരുന്നെങ്കിൽ ഇസ്നത്തെ അശറത്ത എന്ന 2ാമത്താണ് ശരിയാവുക. ഇവിടെ റഫിന്റെ സ്ഥാനത്തായത് കൊണ്ട് ഇസ്നത്ത അശറത്ത എന്ന 4ാമത്തതാണ്. ഇനി 11 ഇന്നലി തഅല്ലും. ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നതാണ്. ബിയും സിയും ഡിയും എയും കൂടി ആരെങ്കിലും പറഞ്ഞാല് നമുക്ക് തൂക്കൊപ്പിക്കായിരുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഫവായിദ്. ഫായിദത്തിന്റെ ജമ്മാണ് ഫവായിദ്. ഫായിദത്ത് മുഅന്നസ് ആണല്ലോ. ഫായിദത്ത് മുഅന്നസ് ആയതുകൊണ്ട് താ ഉള്ള രൂപം വരില്ല. അതോടുകൂടി ഏത് പോയി? 1 2 പോയി. കാരണം താ ഉള്ള രൂപമാണല്ലോ. മുഅന്നസിന്റെ കൂടെ താ ഇല്ലാത്ത വേണ്ടത്. അപ്പൊ സിയോ ഡിയോ ആണ്. ഇനി സലാസു ഫവായിദാണോ സലാസ ഫവായിദാണോ? ഇന്ന ലി തഅല്ലുമി, ഇന്നയുടെ ഇസ്മ ആണ് നമുക്ക് വരേണ്ടത്. ഇവിടെ ലി തഅല്ലുമി എന്ന ജാറ് മജ്റൂർ ഇന്നയുടെ ഖബർ മുഖദ്ദമാണ്. ഇനി ശേഷം വരുന്ന ഇന്നയുടെ ഇസ്മാണ്. ഇന്നയുടെ ഇസ്മിന് നസ്ബാണ്. അപ്പൊ 4ാമത്തെ ഇന്ന ലി തഅല്ലുമി സലാസ ഫവായിദ എന്ന 4ാമത്താണ് ശരിയായത്. ഇന്നയുടെ ഇസ്മ മൻസൂബായത് കൊണ്ട് അത് മൻസൂബായിട്ട് വരണം. സലാസു എന്നത് മർഫു ആണ്, അത് തെറ്റാണ്. 4 ശരി. ഓക്കെ, അടുത്തത് സുർതു. 13 പള്ളി ഞാൻ സന്ദർശിച്ചു.
സ്ക്രീൻ പോയിട്ടില്ല, നിങ്ങളെ ഇതിന്റെ കുഴപ്പമായിരിക്കും. ഓക്കെ, അത് എയും ബിയും വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് ബി പറഞ്ഞത് എ പറഞ്ഞു തെറ്റിപ്പോണത്? മസ്ജിദ് മുദക്കർ അല്ലേ? നമ്മൾ ആദ്യം നോക്കുക, മുദക്കർ ആണെങ്കിൽ സലാസത്ത് എന്ന താ ഉള്ള രൂപം വേണ്ടേ? മുദക്കറിന്റെ കൂടെ താ ഉള്ളതും മുഅന്നസിന്റെ കൂടെ താ ഇല്ലതും ഒരിക്കലും മറക്കരുത്, 3 മുതൽ 10 വരെ. അപ്പൊ ഒരിക്കലും സലാസൻ എന്ന രണ്ടാമത്തത് വരൂല. സലാസത്തം വൈശിരീന, സലാസ താ ഉള്ള ഒറ്റ രൂപേ ഉള്ളൂ. അപ്പം സലാസത്തം വൈശിരീന മസ്ജിദൻ എന്ന ഒന്നാമത്തതാണ് ശരിയായത്, ബി അല്ല. മസ്ജിദ് മുദക്കറാണല്ലോ, അപ്പൊ സലാസത്ത് എന്ന് വേണം. അടുത്തത് 13, ലാസ്റ്റ് ചോദ്യമാണ്. ഇത് പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ അതൊക്കെ. 256 അതിൽ കാഅത്തിൽ ആ ഒരു ഹാളില് ക്ഷണിതാക്കളായ 256 ആൾക്കാരുണ്ട്. ഇന്നഫിൽ കാഅത്തി ഓക്കെ, എയും സി ഒക്കെ വരുന്നുണ്ട്. ശരിയായത് സി ആണ്. ഇന്ന ഫിൽ കാഅത്തി മിഅത്തൈനി വസിത്തം വഖംസീന മദ്വത്ത്. നേരത്തെ പറഞ്ഞതുപോലെ ഫിൽ കാഅത്തി എന്ന ജാറ് മജ്റൂർ ഇന്നയുടെ ഖബറാണ്. ശേഷം വരേണ്ടത് ഇന്നയുടെ ഇസ്മാണ്. അപ്പൊ ഇസ്മ വരുമ്പോ എപ്പോഴും ജാറ് മജ്റൂറോ ലർഫോ വന്നു കഴിഞ്ഞാൽ അതാണ് ഖബർ മുഖദ്ദമായിട്ട് വരിക. അത് മുബത്തദ മുഅഖറിൽ വരുന്നതിൽ അല്ല, മുബത്തദ ഖബറിൽ വരുന്നപ്പോ അങ്ങനെ തന്നെയാണ്. ഈ മുബത്തദയാണല്ലോ ഇന്നയുടെ ഇസ്മു ഖബറും കാനയുടെ ഇസ്മു കാനും. അപ്പൊ ഇന്നാഹ്വാത്തിലും കാനാഹ്വാത്തിലും ഒക്കെ വരുമ്പം തൊട്ട് ശേഷം വന്നത് ഒന്ന് ശ്രദ്ധിക്കാം, പലപ്പോഴും തെറ്റിപ്പോണതാ. തൊട്ട് ശേഷം വന്നത് ജാറു മജ്റൂറോ ലർഫോ ആണെങ്കിൽ അത് ഖബർ മുഖദ്ദമായിട്ടാണ് വരിക. ശേഷം വരുന്നത് ഇസ്മായിരിക്കും. ഇവിടെ ഫിൽ കാഅത്തി എന്ന ജാറ് മജ്റൂറാണ് ഇന്നയ്ക്ക് ശേഷം വന്നത്, അത് ഇന്നയുടെ ഖബർ മുഖദ്ദമായിട്ടാണ് പരിഗണിക്കുക. ശേഷം വരുന്ന എപ്പോഴും ഇസ്മായിരിക്കും. ഇന്നയുടെ ഇസ്മിന് നസ്ബാണ്. അപ്പൊ നസ്ബുള്ള ഒരൊറ്റ ഓപ്ഷനേ ഇതിലുള്ളൂ, മിഅത്തൈനി. ബാക്കിയൊക്കെ മിഅത്താനിയാണ്. അപ്പൊ അതും കൂടി എപ്പോഴും ശ്രദ്ധിക്കട്ടോ. മുബത്തദ ഖബർ ഇപ്പൊ ഫിൽ ബൈത്തി റജുലുൻ, അവിടെ ഫിൽ ബൈത്തി എന്ന ജാറ് മജ്റൂർ ഖബർ മുഖദ്ദമാണ്. ഇന്ദി കലമുൻ, ആ ഇന്ദി എന്ന ദർഫ് അവിടെ ശിബ്ഹു ജുംല ഖബർ മുഖദ്ദമാണ്. കലമുൻ ഖബർ മുബത്തദ മുഅഖറാണ്. അതിന്റെ കൂടെ ഇന്ന ചേർത്തിയാൽ ഇന്ന ഫിൽ ബൈത്തി റജുലൻ എന്ന് പറയണം. അപ്പൊ അതേ മാറ്റം ഇവിടെയും വരും. ഇത്രയുമാണ് ചോദ്യങ്ങൾ ഉള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി വീണ്ടും ഒന്ന് ശ്രദ്ധിക്കുക, തെറ്റിപ്പോവാതിരിക്കാൻ. ഇപ്പോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. വാഖ്തതിബ് കലാമി ബിഹാദ. ഒരുപാട് സമയമായിട്ടുണ്ട്, നോമ്പുമാണ്. ഞാൻ നോമ്പിന് എടുക്കുന്നില്ല എന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ അത്രയും ഒരു പരീക്ഷ അടുത്ത് വരെ ആയതുകൊണ്ടാണ്. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ പിന്നീട് ഗ്രൂപ്പുകളിലൊക്കെ ഇൻഷാ അല്ലാഹ് സംശയങ്ങൾ ചോദിച്ചാൽ പിന്നീടും പറഞ്ഞു തരുന്നതാണ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചാൽ 2 മാർക്കെങ്കിലും നിങ്ങൾക്ക് ഷുവർ. 2 ചോദ്യങ്ങളും സാധാരണ വരാറ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാറിനോട് ഞാൻ ചോദിച്ചിരുന്നു, സാർ അതത് മാത്രം 1 മണിക്കൂറിൽ കുറവല്ലേ വരുള്ളൂ, തീരുമെന്ന് വെച്ചപ്പോ സാർ ഇത് അതിനേക്കാളും മേലെ പോകുന്നു. സത്യത്തില് ഞാനൊരു 4-5 പ്രാവശ്യം പഠിക്കുന്ന സമയത്ത് അതത് മാധൂത് കേട്ടിട്ടാണ് മനസ്സിലാക്കിയത്. പിന്നെ നമ്മുടേതായ എന്തെങ്കിലും ഇപ്പൊ 13 തൊട്ട് 19 വരെ പിയർ ഗ്രൂപ്പാണെന്ന് ഓർത്ത് വെച്ച്, അതായത് പെൺകുട്ടികൾ മാറി നിൽക്കും, ആണും കൂടെ ചേരും. അതായത് മഹദൂദ് ആണാകുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആണ്. ഇനി 13 തൊട്ട് 19 വരെ പിന്നെ പിയർ ഗ്രൂപ്പ് അതേപോലെ ആയതുകൊണ്ട് ആണ് ഇപ്പുറത്ത് വരും, പെണ്ണും മഹദൂദും പെണ്ണു വരും, തൊട്ടിപ്പുറത്ത് വരുന്നത് പെണ്ണു വരും. അങ്ങനെയൊക്കെ പണ്ട് നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി. ഇപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ തന്നെ മലയാളത്തിൽ എഴുതി അങ്ങനെയൊക്കെയാണ് ഈ അതത് മഹദൂദ് പഠിച്ചത്. പക്ഷെ ഇപ്പോഴും കുറച്ച് ഇങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് ഡൗട്ട് വരും. അങ്ങനെ നിങ്ങൾ ഒരു 4-5 പ്രാവശ്യം റെക്കോർഡ് ക്ലാസ് സാറിന്റെ HP നെറ്റിന്റെ യൂട്യൂബ് ചാനലിൽ കയറി ക്ലാസ്സുകൾ കിട്ടും. അതിങ്ങനെ കേട്ട് കഴിഞ്ഞാൽ മാത്രം ഈ നഹ്വ് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സംഭവമാണ്. സാറ് പറയുന്നത് എളുപ്പമാണെന്ന് വിചാരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പിന്നെ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ് അതത് മഹദൂദ്. പിന്നെ നമുക്ക് അതുപോലെ ഇറാബുകളെ കുറിച്ചും കുറച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ സാറ് തന്നെ ക്ലാസ് എടുത്ത് തരണം. സാർ പറഞ്ഞതാണ് ലാപ്പില്ല കയ്യില്, സ്ക്രീൻ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ കുട്ടിയൊക്കെ ഏറ്റവും പെട്ടെന്ന് കിട്ടണം എന്ന്, അതുകൊണ്ട് നഹ്വല്ലേ, അതുകൊണ്ടാണ് സാർ ഇന്ന് ക്ലാസ് എടുത്തത്. ഡൗട്ട്സ് എന്തുണ്ടെങ്കിലും ഗ്രൂപ്പ് ചെക്ക് സാർ ക്ലിയർ ചെയ്ത് തരും ഇൻഷാ അല്ലാഹ്. എന്നെ പേഴ്സണലി ചോദിച്ചാൽ ഏത് തിരക്കാണെങ്കിലും സാറ് ആ തിരക്കിലേക്ക് പോവുള്ളൂ. അപ്പോ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ഇത്രയും നേരം നോമ്പും പിടിച്ച് ഇത്രയും നേരം ക്ലാസ് എടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട്. നന്ദി നമ്മൾ പറയേണ്ടത് വാക്കുകളിലല്ല, നമ്മുടെ പ്രാർത്ഥനയിലൂടെയാണ്.
അപ്പോൾ സാറിനെയും കുടുംബത്തെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ, 2 കുട്ടികളെയും പ്രാർത്ഥനയിൽ, പെൺകുട്ടികളാണ് സാറിന്. എനിക്ക് 3 ആളുണ്ട് കേട്ടോ, ഒരാളെ ഒഴിവാക്കിയ. ഇല്ലില്ല, കുഞ്ഞിതിനെ മറന്നോയിട്ടാ, ചെറുതിനെ മറന്നോയി. അപ്പൊ 3 ആളുണ്ട്. അപ്പൊ 3 ആളെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പൊ സാറിനെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഞാൻ എപ്പോഴും സാറോട് പറയും, സാർ ഒരിക്കലും ഒരു സ്കൂളിലെ സാറായിട്ട് കാണാനോ ഉൾക്കൊള്ളാനോ എനിക്ക് കഴിയുന്നില്ല. അപ്പോ സാർ ആ കോളേജിലെ ലെക്ചറർ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് ഇപ്പുറത്തേക്ക് എനിക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ സാർ ഏറ്റവും ടോപ്പില്, ഇനിയും സാറിന് സമയമുണ്ട്, ഏറ്റവും ഉന്നതിയിൽ തന്നെ സാർ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതിലിപ്പോ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു സംതൃപ്തി എന്നെ സംബന്ധിച്ചായിട്ടില്ല. കാരണം ഞാൻ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാം, ഓരോന്നും കഴിഞ്ഞ് അതിന്റെ ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ് അടുത്തതിലെ 1, 2 കഴിഞ്ഞ് അത് ചർച്ച ചെയ്ത് 3 അടുത്തത് കഴിഞ്ഞ് ഓരോ സെഷൻ 7 സെഷനുകളും സെപ്പറേറ്റ് ചർച്ച ചെയ്താണ് മുന്നോട്ട് പോവാറുള്ളത്. അപ്പോഴാണ് ഇവർക്ക് എത്രത്തോളം അത് മനസ്സിലായിട്ടുണ്ട് നമുക്കും മനസ്സിലാവുക. അപ്പൊ ഇത് ഇത്രയും ആളുകൾ, അപ്പൊ 2.5 മണിക്കൂറോളം ഇത് ക്ലാസ് വരാറുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഇത്രയും ആളുകൾ ആയതുകൊണ്ടാണ്. അപ്പൊ സംശയങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ചോദിക്കുകയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ഇനി വീണ്ടും നിങ്ങൾ തന്നെ ഇപ്പോ 4 പേന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ അറബിയിലൊന്ന് പറഞ്ഞു നോക്കുക എങ്ങനെ വരും എന്നുള്ളത്. അത് 4 പറഞ്ഞാൽ പിന്നെ ഒരു 100 പറഞ്ഞു വെക്കുക, അല്ലെങ്കിൽ 150 പറഞ്ഞു വെക്കുക, അല്ലെങ്കിൽ 25 പറഞ്ഞു വെക്കുക. വേറെ അക്കങ്ങൾ എടുത്തുനിന്ന് പറഞ്ഞു നോക്കി അങ്ങനെ ശീലിച്ചാൽ ഏതക്കവും നമുക്ക് എളുപ്പത്തിൽ അറബിയിൽ പറയാൻ കഴിയും. വലിയ പ്രയാസമുള്ളതല്ല. ഇൻഷാ അല്ലാഹ് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതിങ്ങനെ കേട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾ അത് അപ്ലൈ ചെയ്ത് തന്നെ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നാലേ മറന്നു പോവാതിരിക്കുകയും നന്നായിട്ട് പഠിക്കാനും കഴിയും എന്നുള്ള ഓർമ്മിപ്പിക്കുകയാണ്. അല്ലെ